വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന ദേവദാസന്മാരെ ഞാനും ആദരിക്കുന്നു. ശേഷക്കോട്ടിൻ്റെ ഡിസ്ട്രിക്ട് പാസ്റ്റർ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ കെ വി ജോയ്ക്കുട്ടി അവർ, നമ്മുടെ സീനിയർ മിനിസ്റ്റർ പാസ്റ്റർ സി ജി ജോർജ് കുട്ടി, എൻ്റെ അടുത്ത സുഹൃത്തും സഹപ്രവർത്തനവുമായ ദൈവത്തിൻ്റെ വിലപ്പെട്ട ദാസൻ എൻ്റെ സീനിയർ മിനിസ്റ്റർ പാസ്റ്റർ ഫിലിപ്പ് അവർ, അതുപോലെ പാസ്റ്റർ തമ്പി, മറ്റ് പാസ്റ്റർ ജോൺ മാർക്ക്, വേദിയിലിരിക്കുന്ന മറ്റ് ബഹുമാനപ്പെട്ട ദേവദാസന്മാർ, എല്ലാവർക്കും ഞാൻ സ്നേഹാദരവുകൾ ഇന്ന് രാത്രി അറിയിക്കുന്നു. സദസ്സിൻ്റെ ഭാഗമായിട്ടുള്ള പാസ്റ്റർമാർ ധാരാളം പേരുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനയം നിറഞ്ഞ വന്ദനം, അഭിവാദനങ്ങൾ. ഇന്ന് ദൈവത്തിൻ്റെ ദാസൻ ഇവിടെ ഓർപ്പിച്ചതുപോലെ യോഗത്തിന് പ്രത്യേകിച്ച് കടന്നു വന്നിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട സദസ്സ്, നേഴ്സിംഗ് സ്റ്റുഡൻസ്, ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനറിലെ വിദ്യാർത്ഥികൾ, ബഹുമാനപ്പെട്ട അധ്യാപകർ ചില വന്നിട്ടുള്ള ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകിച്ച് ഞാൻ വന്ദനം പറയുന്നു. ഈ പ്രാദേശിക സഭയിലെ ദൈവ ജനം, സഹോദരി സഹോദരന്മാർ, അതുപോലെ മറ്റ് സഭകളിൽ നിന്ന് വന്നിട്ടുള്ള ദൈവമക്കൾ, ഈ ശബ്ദം കേൾക്കാൻ കഴിയുന്ന മറ്റ് സ്നേഹിതർ, എല്ലാവർക്കും ആരംഭത്തിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ വന്ദനം പറയുന്നു. പ്രിയ ജേക്കബ് അച്ചാൻ, എൻ്റെ സുഹൃത്ത് രാജു തുടങ്ങിയ ആളുകളെ ഞാൻ പ്രത്യേകിച്ച് വ്യക്തിഗതമായിട്ട് അഭിവാദനം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനശുശ്രൂഷ നിർവഹിക്കുന്ന എൻ്റെ സ്നേഹിതൻ കൊച്ചുമോൻ, തന്നോടൊപ്പമുള്ള മറ്റ് ഗായകർ, അവർക്കും അഭിവാദനങ്ങൾ, വന്ദനങ്ങൾ. പാസ്റ്റർ ഐസക് നേരത്തെ പറഞ്ഞതുപോലെ, പ്രിയ മാത്തുകുടിച്ചാനൊക്കെ ഓർപ്പിച്ചതുപോലെ, ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനറിലെ വിദ്യാർത്ഥിനികൾ വളരെ മനോഹരമായിട്ട് ഇവിടെ ഗാനം ആലപിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന, ആ വലിയ സംഘത്തിൻ്റെ ശുശ്രൂഷ നമുക്ക് വിശേഷ അനുഗ്രഹമായിരുന്നുവെന്ന് ഞാനും എടുത്ത് പറയുന്നു. ബൈബിൾ കോളേജിൻ്റെ സഹകരണം ഈ കൺവെൻഷന് മറ്റ് പല നിലയിലും നിരന്തരമുള്ളതായിട്ടാണ് പാസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ വളരെ അഭിനന്ദനങ്ങളോടെ ഇന്ന് രാത്രി ഓർക്കുന്നു. എനിക്കൊന്നും ഞങ്ങളുടെ ഒന്നും ബൈബിൾ സ്കൂൾ അത്രയും കയറി സഹകരിച്ച് തുടങ്ങിയിട്ടില്ല. ഞാനും കുറേ കാലമായിട്ട് ബൈബിൾ സ്കൂൾ പ്രവർത്തകനാണ്. അസംസക്കോട്ടിൻ്റെ ബൈബിൾ കോളേജും ഞങ്ങൾക്ക് ചേർച്ചസും ഞങ്ങളുടെ സിറ്റിയിൽ തന്നെ ഉണ്ടെങ്കിലും ഒത്തിരി അടുത്ത് സഹകരിക്കാനൊന്നും അവസരങ്ങൾ ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ സ്ഥാപനം ഇവിടെ അടുത്തുള്ളത് ഈ സഭയ്ക്കും അനുഗ്രഹമാണെന്ന് അറിയുന്നത് എനിക്ക് അത്ര സന്തോഷം. ദൈവത്തെ ചുമതലക്കാരെയൊക്കെ ഡോക്ടർ ജെയ്സൺ തോമസ് മറ്റെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നാണ് ആത്മാർത്ഥമായ എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആശംസയും ഇന്ന് രാത്രി. എല്ലാവർക്കും വളരെ ആത്മാർത്ഥമായിട്ട് വന്ദനം പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്തിലേക്ക് ഞാൻ ശ്രദ്ധയെ ഇന്ന് രാത്രി ക്ഷണിക്കുന്നു. സമയം കൃത്യമായിട്ട് പാലിക്കാൻ ഞാൻ ഈ രാത്രി ഉത്സാഹിക്കും. പാസ്റ്ററിനോട് സമയം പറഞ്ഞിട്ടുണ്ട്. സ്വല്പം നീട്ടിയൊക്കെ ചിലപ്പോൾ ഞാൻ പ്രസംഗിക്കാറുണ്ട്. ഇന്ന് രാത്രി പക്ഷേ ഞാൻ കൃത്യമായിട്ട് നിർത്താൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. ഒരു വേദവാക്യം കർത്താവിൻദാസൻ പാസ്റ്റർ ജോൺ മാർക്ക് നമുക്ക് വേണ്ടി വായിക്കും. ആരംഭത്തിൽ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു പഴയ വാക്യമാണ് ഇന്ന് രാത്രി വായിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് പരാമർശിക്കുമ്പോൾ പ്രാവചനികമായ പരാമർശങ്ങൾക്കാണ് മുൻതൂക്കവും സാധ്യതയും വർഷങ്ങളിലെ പഴക്കവും നമുക്കുള്ളതെങ്കിലും ചിലപ്പോൾ ആ കാലത്ത് ഒരുപാട് വിജ്ഞാനമുള്ള ആളല്ല ഞാൻ എന്ന പരിമിതി ഏറ്റു പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്ന അനുഗ്രഹിക്കപ്പെട്ട, എനിക്ക് വ്യക്തിഗതമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടതായി തോന്നുന്ന ചില ചിന്തകൾ ഇന്ന് രാത്രി എൻ്റെ കേൾവിക്കാരോട് പങ്കുവെച്ച് അവസാനിപ്പിക്കാനാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ഈ വാക്യവും അനുബന്ധം ഈ അധ്യായത്തിൽ തന്നെയുള്ള മറ്റൊരു വചനവും സമയം അനുവദിക്കുന്ന പക്ഷം 4-ാം അധ്യായം 1-ാം വാക്യവും വായിച്ചുകൊണ്ട് ഈ ഭാഗത്ത് പരാമർശിക്കുന്ന 3 വാതിലുകൾ എന്ന വിഷയം സംസാരിക്കാനാണ് എനിക്ക് നിയോഗമുള്ളത്. അത് ഞാൻ പൂർത്തീകരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ഭാഗികമായി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ മുഖവര വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ എൻ്റെ മനസ്സിലാക്കലിൽ ഓർപ്പിക്കട്ടെ. കാനോനികമായി വൈകി പ്രവേശനം സിദ്ധിച്ചൊരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. വേദപുസ്തക കാനോനെക്കുറിച്ചുള്ള പൊതുവിവക്ഷ, അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഒത്തിരി തെര്യപ്പെടുത്താൻ പരിശ്രമിക്കുകയല്ല, എങ്കിലും മുഖവരുടെ ഭാഗമായിട്ട് പറയുകയാണ്. വേദപുസ്തക കാനോൻ, ന്യൂ ടെസ്റ്റമെൻറ്റിൻ്റെ കാനോനീകരണം അല്പം മുന്നോട്ട് പോയി. വാസ്തവത്തിൽ നൂറ്റാണ്ടുകൾ വൈകേണ്ടി വന്നു.
പഴയ നിയമത്തിലെ പുസ്തകങ്ങളുടെ കാനോനികത്വത്തിൽ പിതാക്കന്മാർക്ക് പങ്കില്ലായിരുന്നുവെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കണം, അല്ലെങ്കിൽ അറിയണം. യഹൂദ റബിമാരാണ് ഓൾഡ് ടെസ്റ്റമെന്റ് കാനോൻ നിശ്ചയിച്ചത്. AD 90 ജാമനിയ കൗൺസിലിൽ വെച്ച്. അടിസ്ഥാനപരമായ മാനദണ്ഡങ്ങൾ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ അവർ കാനോനീകരിച്ച് നമ്മുടെ പക്കൽ ഏൽപ്പിച്ച പുസ്തക ഭാഗമാണ് ഓൾഡ് ടെസ്റ്റമെന്റ്. എന്നാൽ പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുടെ കാനോനീകരണം ഞാൻ പറഞ്ഞതുപോലെ ചില വർഷങ്ങൾ വൈകി സുന്നഹദോസുകൾ കാത്തിരിക്കേണ്ടി വന്നു. തർക്കവിതർക്കങ്ങൾ നിരവധി ഉണ്ടായി, ചർച്ചകൾ ദൈർഘ്യമായി. ഒടുവിൽ വൈകി പ്രവേശിച്ച 2 പുസ്തകങ്ങളിൽ ഒന്ന് വെളിപ്പാട്, മറ്റൊന്ന് യാക്കോബിന്റെ ലേഖനം. കാരണങ്ങൾ നിരവധി ഉണ്ട്. അവിടേക്ക് ഒരു ബൈബിൾ സ്റ്റഡി ഒന്നും അല്ലല്ലോ, ഞാൻ പ്രവേശിക്കേണ്ടതില്ല. ഞാൻ ഒറ്റ കാര്യം പറയാൻ വേണ്ടി ഇത് പറഞ്ഞത്, അടിസ്ഥാനപരമായ 6 ന്യായങ്ങൾ നിരത്തി അഭിഷിക്തമായ പിതാക്കന്മാർ പ്രാർത്ഥനയോടും ജാഗ്രത ഉപവാസത്തോടും കൂടെ കാനോനീകരിച്ച പുസ്തകങ്ങളിൽ വെളിപ്പാട് വൈകിക്കേറാനുള്ള ന്യായങ്ങൾ പലതാണ്. അവിടേക്ക് മാറാതെ ഞാൻ ഇന്ന് രാത്രി സന്തോഷത്തോട് വിളിച്ചു പറയുന്നത്, വൈകിയെങ്കിൽ ഈ പുസ്തകം വന്നു കയറിയല്ലോ എന്നാണ്. ഇതില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ഓർത്തു പോയിട്ടുണ്ട്. ബൈബിളിലെ മറ്റെല്ലാ പുസ്തകത്തെ പോലും പ്രാമുഖ്യമേ ഇതിനുള്ളൂ എങ്കിലും ഇന്ന് രാത്രി ഞാൻ എല്ലാവരും കേൾക്കാൻ ഉറക്കെ പറയുന്നു, ദൈവജനത്തിന്റെ ആരാധനയ്ക്ക്, ഭാവികാല പ്രത്യാശയ്ക്ക്, കഷ്ടങ്ങൾ സഹിച്ച് മുന്നേറാൻ, പോരാട്ടങ്ങളെ കരുത്തോടെ ധീരമായി നേരിടാൻ, വരവിന് പ്രത്യാശയാൽ ജ്വലിക്കാൻ വേണ്ടി നമ്മെ എക്കാലത്ത് തുണയ്ക്ക് അനുഗ്രഹിക്കുന്ന പുസ്തകം വെളിപ്പാട് പുസ്തകമാണെന്ന് ഞാൻ പറയുമ്പോൾ യോജിപ്പോൾ എല്ലാവരും കാര്യപ്പെട്ട് കർത്താവിനെ ഉറക്കെ സ്തുതിച്ച് ആരാധിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ബൈബിളിലെ മുഴുവൻ വചനങ്ങളും പ്രസക്തമാണ്, എല്ലാം ദൈവശ്വാസീയമാണ്. അതിനകത്ത് പ്രത്യാശാജന്യമായ ദൂതുകൾ നിരവധിയുണ്ട്, സംശയമില്ല. എങ്കിൽ ഈ പുസ്തകം സുവ്യക്തമായി ഒത്തിരി കാര്യങ്ങൾ നമ്മോട് ഇന്ന് രാത്രിയും വിളിച്ചു പറയുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങളാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. വെളിപ്പാട് പുസ്തകത്തിലെ ദർശനം പൊതുവെ ഭാവികാല സംബന്ധമാണെന്ന് നിങ്ങൾക്കറിയാം. പ്രാവചനികമായ ആ പ്രഖ്യാപനങ്ങളെ 3 തലക്കെട്ടിൽ ശീർഷകങ്ങളിൽ ഒതുക്കിയാൽ എനിക്കിങ്ങനെ പറയാൻ കഴിയും. 1 വ്യക്തിഗത ഭാവി, 2 ലോകത്തിന്റെ ഭാവി, 3 തിരുസഭയുടെ ഭാവി. ഈ 3 ഭാവികാല ദാർശനികതയാണ് ഈ പുസ്തകത്തിന്റെ ആകത്തുകയെന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. ചില വാക്കുകൾ മാത്രം ഞാൻ ഈ 3 പോയിന്റുകൾ പറഞ്ഞ് മുഖവരെ അവിടെ നിർത്തിയിട്ട് വായനയിലെ പരാമർശത്തിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. വ്യക്തിഗത ഭാവി, പേഴ്സണൽ എസ്കറ്റോളജി എന്ന് വേദശാസ്ത്രി അതിനെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നു. പൊതുഭാവിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ഞാൻ ഈ പറഞ്ഞ ആളാമൃതി അല്ലെങ്കിൽ വ്യക്തിഗത ഭാവി. ചുരുക്കത്തിൽ പറഞ്ഞാൽ, മരണത്തിനപ്പുറത്ത് എന്ത് എന്ന ചോദ്യത്തിന് ഉലകത്തിൽ ഇന്ന് വരെ വെളിപ്പെട്ട, ഞാൻ ആദരിക്കുന്ന സമസ്ത മതങ്ങൾക്കും പറയാനാവാത്ത നിരവധി കാര്യങ്ങൾ നമ്മോട് ഉറക്കെ വിളിച്ചു പറയുക ഈ വെളിപ്പാട് പുസ്തകം. ഇന്ന് രാത്രി അത് നമ്മുടെ അകത്ത് ഒരു ധൈര്യമായി പ്രത്യാശയായി മാറണം. ലോകത്തിലെ എല്ലാ മതങ്ങളെ കുറിച്ച് ബഹുമാനമുള്ള ആള് പ്രസംഗിക്കുന്ന ഞാൻ അവയെ ഒന്നിനെ കുറിച്ച് പോലും അപമതിക്കാൻ ഒരു വേദി ഉപയോഗിക്കില്ല. ഞാൻ ആ മനോഹരമായ കിതാബുകളെ കുറിച്ച് എനിക്ക് എല്ലാ നിലയിലും ആദരവുകൾ പറയാൻ താല്പര്യമുണ്ട്. എങ്കിലും അവ മറിച്ചിട്ട് ഞാൻ ഇന്ന് രാത്രി പറയുന്നു, ഈ പുസ്തകം പറയുന്ന പോലെ നമ്മുടെ ഭാവി ഉറപ്പിക്കുന്ന വേറെ ഒരു പ്രഖ്യാപനം ഉലകത്തിലില്ല. കരപ്പെടുത്തി കർത്താവിനെ നിയോഗങ്ങൾ എല്ലാവരും സ്തുതിച്ചാരാധിക്കാൻ തയ്യാറാകട്ടെ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയും, വളരെ സൗകര്യമുള്ളവർ കൈ ഉയർത്തിയാൽ മതി. ഞാൻ പറഞ്ഞത് ക്ഷീണമുള്ളവർ ഉയർത്തണ്ട, കൈ മടക്കി വെച്ചവർ ഉയർത്തണ്ട. പക്ഷെ സ്തുതിപ്പ് എൻ്റെ ജീവിതത്തിൽ ഭാഗമായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്നേഹിതരെ. ഞാൻ ഉപദേശിയുടെ മകനാണ്. അപ്പം മരിച്ചുപോയി. പാസ്റ്റർ KM ജോസഫ് എന്നയാളാണ് എൻ്റെ പിതാവ്. 6 കൊല്ലമായി നിര്യാതനായിട്ട് മലബാറിലെ പലയിടത്ത് കഷ്ടപ്പെട്ട് വേറെ 44 കൊല്ലം പൂർത്തിയാക്കി സമയമായപ്പോൾ കയറിപ്പോയി. അപ്പിതാവിനെ കുറിച്ച് എനിക്ക് തെല്ലും ദുഃഖമില്ല, എനിക്കൊരു പരാതി പ്രവൃത്തിയില്ല. അതിന് പ്രധാന കാരണം മക്കളില് ഞങ്ങൾ 4 പേരെ ഫുൾ ടൈം വേലയ്ക്ക് ഇറക്കി വിട്ടിട്ട് അദ്ദേഹം പോയത് കൊണ്ടാണ്. താൻ എവിടെ നിർത്തിയോ അവിടെ ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക ആവുന്നിടത്തോളം. അത്യുജ്വലമായ സിംഹഗർജനത്തിന് ഉടമസ്ഥനായ എൻ്റെ പിതാവ്, മൈക്കും ഇടപാടും ഫീഡ്ബാക്കും ഇല്ലാത്ത ഞങ്ങളുടെ പഴയ കാലത്ത് മലബാറിലെ ഓരോ ഗ്രാമത്തിലും പട്ടണത്തിൽ നിന്ന് തനിക്ക് ദൈവം കൊടുത്ത നല്ല തൊണ്ട കൊണ്ട് ഉറക്ക വചനം കരുത്തോടെ വിളിച്ചു പറഞ്ഞ ആളാണ്. ഞാനും ഇടയ്ക്ക് ഏറ്റു പറയാൻ പോയിട്ടുണ്ട്, ഡ്രമ്മടിക്കാൻ പോയിട്ടുണ്ട്. പാസ്റ്ററുടെ മകനായി ജനിച്ചുവെങ്കിൽ ചിലർക്ക് വിചാരമുണ്ട് പാസ്റ്ററുടെ മകനായി പാസ്റ്റർ ജനിച്ചാൽ എല്ലാം പാക്കേജ് ആയി കിട്ടുമെന്ന്. വെറുതെയാണെന്ന് ഞാൻ പറയുന്നു.
സ്വല്പം പ്രോബ്ലം ഉണ്ടെന്നാ എന്റെ കണ്ടെത്തൽ. ആത്മീയത്തിന് കുറെ ജാട വരാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില അഭിനയങ്ങൾക്ക് സാധ്യത ഉണ്ടെന്ന് തള്ളിക്കളയാൻ ഇന്ന് രാത്രി എനിക്ക് പറ്റുന്നില്ല അനുഭവങ്ങളിലൂടെ. എന്നിട്ട് പറയുന്നു, കഷ്ടച്ച് സാക്ഷ്യം പറഞ്ഞ് ഒപ്പിച്ച് പാട്ടും പാടി ലൈന എഴുന്നേറ്റ് നിന്ന് ചെറുപ്പക്കാരുടെ ഭാഗമായി കുറെ കാലം മുന്നോട്ട് പോയ എനിക്ക് ഒരുമാതിരി വിരക്തിയും ചില്ലറ വർജനവും ചോദ്യങ്ങളും ആരംഭിച്ച യവനാരംഭത്തെ ഞാൻ ഓർക്കുന്നു. എന്നിട്ട് ഉഴപ്പിത്തള്ളി ഒപ്പിച്ചാരാധിച്ച എന്നെ വൈകിയ ഒരു വേളയിൽ യേശു നേരിൽ തൊട്ടത് കൊണ്ട് ഈ രാത്രി ഞാൻ ഈ വചനം ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാവരോടും പറയുന്നു, പെന്തക്കോസ്ത് ഒച്ചപ്പാടും ബഹളവുമാണെന്ന് പഴി പറഞ്ഞവര് ഇനിയും പറഞ്ഞോട്ടെ. നിയമങ്ങൾ വന്നോട്ടെ, വരുമ്പോ സ്വീകരിക്കാം, വരുമ്പോ കാണാം. പക്ഷെ താഴ്മയോടെ പറയുന്നു, കണ്ട നാളത്തിൽ ശബ്ദത്തിന്റെ ഒരു തരിമ്പെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, നാവ് തുടിപ്പിക്കാൻ ചലിപ്പിക്കാൻ നിനക്കിന്ന് രാത്രി കരുത്തുണ്ടെങ്കിൽ, നിന്റെ ആധാരങ്ങൾ തന്നാത്മകത ദൈവം തന്നെങ്കിൽ, അനുഭവങ്ങളുടെ കൂമ്പാരം നിന്റെ അകത്തും പുറത്തും ഉണ്ടെങ്കിൽ, യേശുവിന്റെ സ്നേഹം ഇന്ന് രാത്രി നിങ്ങൾക്കുണ്ടെങ്കിൽ, യേശുവിന്റെ സാന്നിധ്യം മഹത്വം ആത്മാവിലെ ജ്വാലയാണെങ്കിൽ അവൻ ശബ്ദം കുറയ്ക്കാൻ നമുക്ക് പറ്റത്തില്ല. ഉഴപ്പിത്തല്ലി ഇരിക്കാൻ ആവില്ല. ദൈവത്തെ നിർബന്ധമായി സ്തുതിച്ചേ മതിയാകുള്ളൂ. ഈ രാത്രി യേശുവിന്റെ സാന്നിധ്യം അറിയുന്ന എല്ലാവരും അല്പസം ശക്തമായ ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ, ഉറക്കെ സ്തുതിച്ചാരാധിക്കട്ടെ, ഉറക്കെ ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. Praise the Lord. Praise the Lord. അത് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് പ്രിയരെ. അതുകൊണ്ട് വ്യക്തിഗത ഭാവിയെക്കുറിച്ചൊരു നിദർശനമാണ് ഈ പുസ്തകത്തിൽ ആരാധനയ്ക്ക് നമ്മുടെ വിശേഷ നിയോഗമായി എക്കാലത്തും മാറേണ്ടത്. ഞാൻ ഇന്ന് പലരും കേൾക്കാൻ പറയുക, ദൈവമക്കൾ കേൾക്കാൻ വേണ്ടി മാത്രമല്ല, പരേതാത്മാക്കൾ എങ്ങോട്ട് പോകുന്ന ചോദ്യത്തിന് ഈ പുസ്തകത്തിൽ വ്യക്തമായ മറുപടി ഉണ്ട്. യേശുവില്ലാത്ത വ്യക്തി അത് ആരുമാവട്ടെ, ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കാം, സർവാത്മന ബഹുമാനിക്കാം. പക്ഷെ പുസ്തകം പറഞ്ഞുകൊണ്ട് എനിക്ക് ഉറക്കെ പറഞ്ഞേ പറ്റൂ, യേശുവില്ലാത്ത വ്യക്തിയുടെ അന്ത്യം എന്തെന്ന് ഈ പുസ്തകം വ്യക്തമായി വിളിച്ചു പറയുക. അഡ്ജസ്റ്റ്മെന്റ് തയ്യാറല്ല ഇന്ന് രാത്രി ഞാൻ അൺകോംപ്രമൈസിംഗ് ഗോസ്പലാ ഞാൻ ഈ രാത്രി വിളിച്ചു പറയുന്നത്. എന്നിട്ട് പറയുന്നു, സ്ഥാനമോ മാനമോ പ്ലേസ്മെന്റോ ആദരവോ ബഹുമാനമോ എന്തും ആയിക്കോട്ടെ, എത്ര നന്മ നിറഞ്ഞ മനുഷ്യാത്മാവാകട്ടെ, ആത്മരക്ഷയ്ക്ക് യേശു മാത്രം, പാപക്ഷമയ്ക്ക് യേശു മാത്രം എന്നത് അവൻ വാ തുറന്ന് ഏറ്റുപറഞ്ഞ് വേർപാടിന് വില കൊടുത്ത് അങ്ങനെ ആരാധിക്കാൻ ആവാത്തവര് എവിടെ പോകുമെന്ന് ഈ പുസ്തകം ഇന്ന് രാത്രി ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആരാധിക്കാൻ നിയോഗം കൊടുത്താലും, ചിലപ്പോൾ സ്തോത്രം പറയാൻ വകുപ്പുണ്ടെങ്കിലും, അല്പം ഉറക്കെ പറയാൻ പറഞ്ഞാലും അവഗണിച്ച് ത്യാജകോടിയിൽ ആരാധനയെ തള്ളി പുലഭ്യം പറഞ്ഞ് ചിലപ്പോ ദൈവദാസന്മാരെ ദൈവത്തെ നിസാരവൽക്കരിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചപ്പാടുകാര് പുസ്തകം പറയുന്നു, എല്ലാം മുഴങ്കാലും മടങ്ങും, എല്ലാം മുഴങ്കാലും മടങ്ങും. പുസ്തകങ്ങൾ തുറക്കുമ്പോൾ ന്യായങ്ങളും ആർഗ്യുമെന്റ്സും തെല്ലുമില്ലാതെ ചലച്ചിത്രം പോലെ കർമ്മകാണ്ഡത്തെ സുവ്യക്തമായി മിശിക കാണിക്കുമ്പോ ഉരിയാടാനാവാതെ മുട്ടുമടക്കി യേശുക്രിസ്തു കർത്താവെന്ന് ഉറക്കെ അലറി വിളിച്ചിട്ട് നിത്യ നരകത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് എന്റെ പുസ്തകം ഇന്ന് രാത്രി ഉറക്കെ വിളിച്ചു പറയുന്നു. ആമേൻ, ആമേൻ. അതിനകത്ത് വെള്ളം ചേർക്കാനൊന്നും എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ഇനി പറ്റിക്കാമെന്ന് എനിക്ക് പരിപാടിയില്ല. അതാണ് നിർമ്മല സുവിശേഷം ഈ രാത്രി പലരും കേൾക്കാൻ ഞാൻ വിളിച്ചു പറയുന്നത്. ആമേൻ. 2, പാവപ്പെട്ട ആത്മീയന്റെ അകത്തുള്ള വിലപ്പെട്ട ആത്മാവ്, ആ പരേതാത്മാവ് അവന്റെ അടക്കവും ഒടുക്കവും എവിടെയായിരുന്നാലും, ആചാര്യ സാന്നിധ്യം എമ്മട്ടിലായിരുന്നാലും, അവൻ മേൽ മുടക്കുന്ന അവൻ പണം എത്ര ലക്ഷമായാലും, അവൻ ബന്ധപ്പെട്ട ഓർമ്മ പുതുക്കൽ ഏത് കോലാഹലം ഉണ്ടാക്കിയാലും, പത്രത്താളുകൾ കുത്തി നിറച്ചാലും, ഇല്ലെങ്കിലും സാധു പിടഞ്ഞു വീണ് മേൽവിലാസമില്ലാത്തവനായി അജ്ഞാന മൃതദേഹമായി മോർച്ചറിയിൽ വെച്ച് സർക്കാർ കൊണ്ട് തട്ടുന്ന ദുരവസ്ഥ ഉണ്ടായാലും അവന്റെ അകത്തുള്ള ആത്മാവ് എന്റെ യേശുവുമായി രക്ഷണ ബന്ധമുള്ള ഒരു ശുദ്ധാത്മാവെങ്കിൽ അവൻ കർത്താവിന്റെ അടുത്തേക്ക് അവൻ കരേറി പോകുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യം കൊടുത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാരാധിക്കുന്നു. ആ ഉറപ്പിന്മേല ഇന്ന് രാത്രി നമ്മുടെ ജീവിതം.
ആ ഉറപ്പിന്മേല എന്റെ സുവിശേഷമല്ല, ആ ഉറപ്പിന്മേല ഞാൻ ഈ വചനം വളരെ താഴ്മയോടെ പ്രഖ്യാപനം ചെയ്യുന്നത്. ആ ഉറപ്പാണ് സുവിശേഷത്തിൽ വാട്ടർ ഡൗൺ ചെയ്യാൻ എനിക്ക് അനുവാദം തരാത്തത്. ആ ഉറപ്പാണ് ആദിസ്ഥാനത്ത് പഴക്കമുള്ള സഭയെങ്കിലും ഈ ലളിത സുന്ദര സുവിശേഷം ഇന്ന് രാത്രി പറഞ്ഞ് പോകുമെന്ന് തീരുമാനിപ്പാൻ നിയോഗമായിരിക്കുന്നത്. ആമേൻ. അവിടെ ഈ പുസ്തകം ആ കാര്യം പറയുന്നത്. ഉലകത്തിന്റെ എവിടെയും കിടന്ന് മരിക്കാം, ആത്മീയന് എവിടെയും മരിക്കാം, എവിടെയും കബറടങ്ങാം. അസുന്ദരമായ പേർഷ്യൻ പദത്തിന് അർത്ഥതലം ഇല്ലെങ്കിലും ചിലപ്പോ മൃഗത്തെ പോലെ വഴിയോർത്ത് പിടഞ്ഞു വീണ് ചത്താലും നിന്റെ അകത്തുള്ള ആത്മാവ് യേശുവുമായി ട്യൂൺ ചെയ്ത ആത്മാവെങ്കിൽ ഇടത്തെ മണ്ഡലത്തെ കുറിച്ച്, മന്ദിരത്തെ കുറിച്ച്, പ്രയാണത്തെ കുറിച്ച് നീ ആശങ്കപ്പെടേണ്ട. വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാമെന്ന് പുസ്തകം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. പ്രത്യാശയോടെ പിന്നെ ദൈവത്തെ ശക്തമായി കരപുറത്ത് ഉറക്കെ ഉറക്കെ സ്തുതിച്ച് ആരാധിക്കണേ. ആമേൻ. ആമേൻ. ഈ പുസ്തകം പറഞ്ഞ രണ്ടാമത്തെ കാര്യം ലോകത്തിന്റെ ഭാവി. സ്നേഹിതരെ, ഇവിടുത്തെ എക്കണോമിസ്റ്റുകളും പൊളിറ്റീഷ്യൻസ്, സ്റ്റേറ്റ്സ്മെൻ, ഡിപ്ലോമാറ്റ്സ് ഒക്കെ, നയതന്ത്രജ്ഞന്മാര്, രാഷ്ട്രതന്ത്രജ്ഞന്മാര്, രാഷ്ട്രീയക്കാര്, ഇവിടുത്തെ സാമ്പത്തിക വിശാരദന്മാർ, വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, ഭാവിയെക്കുറിച്ച് പഠനം നടത്തുന്ന ഇവിടുത്തെ വമ്പൻ പണ്ഡിതന്മാരും പഠിതാക്കളും എഴുതപ്പെടുന്ന പുസ്തകങ്ങളും ജേർണൽസും സംവിധാനങ്ങളും അതിലെ സുന്ദരം അത്യുജ്വല ആർട്ടിക്കിളുകളും ഒക്കെ ചിലപ്പോ വായിക്കാൻ സമയമെടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് താഴ്മയോട് പറഞ്ഞ എല്ലാവരും ആശങ്കയിലാണ്, എല്ലാവർക്കും ബിംബിഷ്ടമാണ്. ആളുകൾ കണ്ണുമിടിക്കുക, എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. 2020 ഭീതിജന്യമായ ഒരു സംവത്സരമാണെന്ന് ഇവിടെ കുറെ പേർ ചിന്തിച്ചു വെച്ചിരിക്കുന്നു. ആയിക്കോട്ടെ, ഞാൻ വിരോധിക്കുന്നില്ല, അവർക്കാണ് വിവരം, എനിക്കത്രയും ഇല്ലല്ലോ. 2020 പലമാതിരി പറ്റിയ വരലുകൾ, പല ഊർജ സ്രോതസ്സിന്റെ ശോഷണങ്ങൾ, ക്ഷാമത്തിന്റെ ഗംഭീര സ്വാധീനങ്ങൾ, ശുദ്ധജലത്തിന് വേണ്ടിയുള്ള ക്ഷാമം, പെട്രോളിയം പ്രോഡക്ട്സിന്റെ ഇന്നത്തെ ഡയർ നീഡ്, ഡിമാൻഡ് അല്ല, അന്ന് പ്യുവർ വാട്ടർ കിട്ടാൻ വേണ്ടി ജനകോടികൾ പരക്കം പായുമെന്ന വിവരമുള്ള ആൾക്കാർ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ വിരോധിക്കുകയല്ല, യോജിക്കുക ചെയ്യുന്നത്. എന്നിട്ട് പക്ഷേ ഞാനൊരു ശരാശരി ആത്മീയന്റെ കാര്യം പറയുന്നു. ഞാനും ബൈബിൾ സ്കൂളിൽ ചില്ലറയായി പഠിപ്പിക്കുന്നയാളല്ലേ, എന്നെ പോലത്തെ ആൾക്കാരുടെ കാര്യമല്ല. ഒരു ശരാശരിക്കാരൻ, പഠിപ്പില്ലാത്ത എന്റെ അമ്മയോ സാധുവായ എന്റെ ഒരു പിതാവോ, ഒരു ശരാശരി വിശ്വാസിക്ക് പച്ച മലയാളം കൂട്ടി വായിക്കാൻ കരുത്തുണ്ടെങ്കിൽ, പ്രാർത്ഥിച്ച് കൃപ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അവന്റെ കയ്യിൽ പിടിച്ച പുസ്തകം അവൻ മറിച്ചു നോക്കട്ടെ, വെളിപ്പാട് പുസ്തകം മറിച്ചു നോക്കട്ടെ. അവൻ വായിച്ചിട്ട് ലോകത്തെ നോക്കി പുഞ്ചിരി തൂകി, അവൻ ലോകം കണ്ണു പിടിക്കുമ്പോ ഞെട്ടിത്തരിക്കുമ്പോ, കഷ്ടപ്പെടുമ്പോൾ ആ സാധു വിളിച്ചു പറയും, മക്കളെ എനിക്ക് ഒരു കുലുക്കവും ഇല്ല, എനിക്കൊരാശങ്കയുമില്ല, എന്റെ കർത്താവ് പറഞ്ഞു വെച്ച കാര്യങ്ങൾ കൃത്യമായി നിവൃത്തിയായിക്കൊണ്ടിരിക്കുക, ബാക്കി എത്രയും വേഗം നിവൃത്തിയാകാൻ പോകുക, എന്റെ യേശു വരാറായി സംഭവങ്ങൾ അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തിരുവചനം കൃത്യമായി നിവൃത്തിയായിക്കൊണ്ടിരിക്കുക. സ്നേഹിതരെ, അറിയാത്ത പഴയ പെന്തക്കോസ്ത് ചിലപ്പം ഒരു സ്റ്റൈലിൽ മുന്നോട്ട് പോയേക്കാം, ഞാനും അതിന്റെ വ്യക്താവാണ്. പക്ഷെ ഇന്ന് രാത്രി തിരുത്തലായി വിളിച്ചു പറയുന്നു, കർത്താവ് വരാറായി. ഒന്ന് ഉണർന്നോണം ദൈവമക്കളെ, ഉണർന്നേ പറ്റൂ. ലോകത്തിന്റെ ഓളത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടത്തിപ്പാട്ടും വെള്ളത്തിൽ പൂട്ടുമായി പോകാൻ നമുക്ക് ഇനിമേൽ ഇവിടെ അനുവാദമില്ല. അഡ്ജസ്റ്റ്മെന്റ് റിവൈവലുകൾ ഇവിടെ പ്രസക്തിയില്ല. എന്റെ സുഹൃത്തുക്കളെ, കീബോർഡും ഡ്രംസും ഗിറ്റാറും സുന്ദരം പാട്ടുകളും ഉണർവിന്റെ കട്ടയിലും ഇനി വലിയ കാര്യമല്ല സ്നേഹിത. ഫാബ്രിക്കേഷൻ അവസാനിപ്പിച്ചേ പറ്റൂ, ജാടകൾ ഇല്ലാതാക്കിയേ പറ്റൂ, ഭക്തിയുടെ വേഷം കെട്ടിനോട് വിട പറഞ്ഞേ പറ്റൂ, അവൻ സംഘ മുന്നേറ്റങ്ങളോട് വിട പറഞ്ഞേ പറ്റൂ. ആളുണ്ടെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, ഫാമിലികൾ ഒന്നിച്ചാലും കൊള്ളാം, ഒറ്റ ഫാമിലിയായി മാറിയാലും കൊള്ളാം, വീട്ടുകാർ എല്ലാം കൂടെ വീണ് നമസ്കരിച്ചാലും കൊള്ളാം, ഞാൻ തന്നെ ആരാധിച്ചാലും വേണ്ടില്ല. അകത്തു ലഭിച്ച വെളിപ്പാട് വെള്ളം ചേർക്കാതെ അഭിഷേകത്തിന് വില കൊടുത്ത് വിശുദ്ധിയെ തികച്ച് വരവനായി ഒരുങ്ങാൻ ഇന്ന് രാത്രി മനസ്സുള്ള എല്ലാവരും കാര്യമോർത്ത് കർത്താവിനെ ഊറൊക്കെ ശക്തമായി ശക്തമായി തുതിച്ച് ആരാധിക്കണേ. ഗ്ലോറി ബി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. വർഷങ്ങളുടെ പഴക്കം ചിലപ്പോൾ നമുക്ക് ചെയ്ത ദുര്യോഗങ്ങളെ കുടഞ്ഞൊഴിയാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയരെ, ലോകത്തിന്റെ ഭാവി പത്രങ്ങളൊക്കെ വായിക്കുമ്പോ എനിക്കൊന്ന്, എന്റെ സുഹൃത്ത് രാജു എന്നെക്കാളി കാര്യം അറിയാവുന്ന ആളാ, പ്രസംഗിക്കാൻ കൊടുക്കാൻ ഇന്നിപ്പോ നേരമില്ല, അല്ലെങ്കിൽ അന്ത്യകാല സംഭവങ്ങൾ താൻ പറഞ്ഞേനെ. പത്രങ്ങൾ പരിശോധിച്ചാൽ
TV കാണാൻ നേരമുണ്ടെങ്കിൽ, ദൂരദർശനെങ്കിലും അതൊക്കെ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളല്ലോ, അതുകൊണ്ട് അത്രയൊക്കെ എനിക്ക് കാണാൻ പറ്റുകയുള്ളൂ. വാർത്തകൾ വായിക്കുകയൊക്കെ ചെയ്ത് അടുത്തിടയ്ക്കുള്ള പേപ്പറിൽ ഞാൻ മനോരമ മാത്രമേ വായിക്കാൻ സമയം എടുക്കുന്നുള്ളൂ, അത്രേ പറ്റുന്നുള്ളൂ. എന്നിട്ട് തന്നെ ഏതാണ്ട് അന്തിച്ച് നിൽക്കുക ഞാൻ. പത്രത്താളുകളെ വാർത്താ വിശേഷങ്ങൾ കണ്ട് ഈ കൊച്ചു കേരളം മുമ്പൊരിക്കലും കാണാത്ത വമ്പൻ കാഴ്ചകളും കേൾക്കാത്ത വല്ലാത്ത കേൾവികളും കൊണ്ട് നാം പൊറുതിമുട്ടി നിൽക്കുകയാണ്. ലോകം അമ്പി വല്ലാതായിരിക്കുകയാണ്. ആൾക്കാർ കണ്ണുമുടിക്കുക. സുഹൃത്തെ, ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടെന്ന് ആൾക്കാർ ചോദിക്കുക. സൗമ്യയെ കിരാതമായി മൃഗീയമായി ഗോവിന്ദചാമി അവിടെ തള്ളിയിട്ട് പിന്നെ ജഡീ ആസക്തി പൂർത്തീകരിച്ച് തള്ളിക്കളഞ്ഞ കാര്യത്തെ കേരളത്തിലെ എല്ലാവരുടെയും മനസാക്ഷി മരവിക്കുകയും അവന് വേണ്ടി കൽപ്പിച്ച തൂക്കുകയറ് എല്ലാവരും നേരത്തെ കൽപ്പിക്കുകയും ചെയ്തതാണെങ്കിൽ അതിനേക്കാൾ എനിക്ക് അത്ഭുതം തോന്നിയത് ഗോവിന്ദചാമിയെ രക്ഷിക്കാൻ ഇറക്കിക്കൊണ്ടുവരാൻ ഏതാണ്ട് 15 ലക്ഷം രൂപ മുടക്കാൻ അധോലോക മാഫിയ തയ്യാറായി PA ആളൂർ എന്ന വലിയ അഡ്വക്കേറ്റിനെ ഹയർ ചെയ്തു എന്നതാ എന്നെ അത്ഭുതപ്പെടുത്തിയത്. സൗമ്യയുടെ കിരാതമായ ആ മരണത്തെക്കാൾ എന്നെ ഞെട്ടിച്ചത് വാസ്തവത്തിൽ ഇദ്ദേഹം ഇനിയും ഈ മാഫിയക്ക് ഇന്ത്യയിൽ ആവശ്യമുള്ള ഗോവിന്ദചാമി എന്ന കൈനഷ്ടപ്പെട്ട ചെറുപ്പക്കാരനെ കുറിച്ച് ഇവിടുത്തെ ആൾക്കാരുടെ പിന്തുണ അത്ഭുതത്തോടെ കണ്ടിട്ടാണ്. എത്ര കിരാതമായ നടപടി! മൃഗീയം എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ ചൂടാകുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ വന്നിരിക്കുക. അതുപോലെ ആയി മാനവികത, അതായി നമ്മുടെ ധാർമ്മികത, അതായി സാക്ഷര സുന്ദര കേരളത്തിന്റെ സാൻമാർഗികത. ഗേൾസ് ഓൺ കൺട്രി എന്ന ആ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ പഴയ വാചകം മായ്ക്കാൻ ഈ നാട്ടിൽ നേരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുംബൈയിലോ കൊൽക്കത്തയിലോ അല്ലെങ്കിൽ ചെന്നൈയിലോ പോകേണ്ട അതോ ലോകത്തിന്റെ എല്ലാ വിക്രിയകളും, എല്ലാ മ്ലേച്ഛതയുടെ കൂമ്പാരങ്ങളും, എല്ലാ ലൈംഗിക ആസക്തികളും, എല്ലാ സെക്ച്വൽ പെർവേഷൻസും ദൈനികമായി കാട്ടിക്കൊടുക്കുന്ന ഒരു കേരളമായി എന്റെ കേരളം, നമ്മുടെ കേരളം മാറിയെങ്കിൽ ഭരിക്കുന്നവരെ പ്രതിപക്ഷത്തെയും ഇകഴ്ത്താനോ പുകഴ്ത്താനോ ഒരിക്കലും കഴിയാത്ത ഞാന് അത് ശരിയല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഭരണക്കാരുടെ വിഷമൊന്നുമല്ല ഇതിന് കാരണം. ഈ നാട് വല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കിരാതത്വം, മൃഗീയത, മ്ലേച്ഛത ഇവിടെ കുമാരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഷ്ടമെന്നല്ലാതെ എന്ന് പറയാൻ ചെയ്തരെ ആൺപെൺ വ്യത്യാസമില്ലാതെ ചിലപ്പോ ഒരു ലൈംഗിക ആസക്തി ഉണ്ടായാൽ എന്തിനേയും ആരെയും ഏതിനേയും കൈകാര്യം ചെയ്ത് പൂർത്തീകരണം വരുത്താൻ വേണ്ടി മാറിയ ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്. അഴിമതി കൂമ്പാരങ്ങൾ മാസങ്ങൾ അധികാരത്തിരുന്നാൽ കോടികൾ വെട്ടിച്ച് ഇറങ്ങൂ എന്ന് നിർബന്ധം പിടിച്ച കേന്ദ്ര ക്യാബിനറ്റിലെ ചില ആളുകള്. ഞാൻ ആരെയും വിമർശിക്കുകയല്ല, പക്ഷേ നമ്മുടെ സമൂഹ മനസാക്ഷിയെ വല്ലാതാക്കുന്ന ഈ ദുർനടപടികൾ ഇവിടെ വർദ്ധിക്കുകയുള്ളെന്നും ഡിപ്പാർട്ട്മെന്റുകൾക്ക്, ലെജിസ്ലേഷന്, ഓർഡിനൻസിന് ഇവയ്ക്കൊന്നും പരിഹാരം വരുത്താൻ കഴിയില്ലെന്നും ലോകത്തിന്റെ ഭാവി ശോഭനം അല്ലെന്നും പുസ്തകം പറഞ്ഞ അനവധി കാര്യങ്ങൾ ഇനി നിവർത്തിയാകാൻ ഇവിടെ ബാക്കിയുണ്ടെന്നും അത് നിവർത്തിയാകുമെന്നും അത് കണ്ട് അന്തിക്കേണ്ട കാര്യമില്ലെന്നും വരവിന്റെ പ്രത്യാശയാൽ ഇന്ന് രാത്രി ജ്വലിച്ചു കൊള്ളണമെന്നും ഈ ഭരണകൂടമെല്ലാം തകർന്ന് പ്രൊളറ്റേറിയറ്റ് യൂട്ടോപ്യൻ സ്വപ്നങ്ങൾ ഇല്ലാതെയായി ഡിക്റ്റേറ്റർഷിപ്പ് നഷ്ടീഭവിച്ച് ജനാധിപത്യം പൈത്യമുള്ളതെന്ന് നാരായണപിള്ള പറഞ്ഞ പോലെ മാറിയിട്ട് എല്ലാത്തരം ഐഹിക കയ്യാളലും അസ്തമിപ്പിച്ച് ചെങ്കോലും പൊൻകിരീടവും വെച്ചൊഴിഞ്ഞ് ഭരിക്കാൻ ഇനി ഞങ്ങളെ കിട്ടില്ല, ഇവിടെ ആളില്ല എന്ന് പറയുന്ന ഗതികേടിൽ ഇതാ യെരൂശലേം കേന്ദ്രമാക്കി ലോകത്തെ ഒരു സൽഭരണം ഭരിച്ചു കാട്ടാൻ എന്റെ മിശിഹ വരാറായെന്ന് ഈ പുസ്തകം പറയുന്നു. കരമൂർത്തി എല്ലാവരും ദൈവത്തെ ശക്തമായി തുതിച്ചാരാധിക്കട്ടെ. എന്റെ യേശു വരാറായി. Glory to God. ഞാൻ കർത്താവിന്റെ വരവല്ല ഒത്തിരി എടുത്ത് സംസാരിക്കുന്നത്, പക്ഷേ വരവിന്റെ പ്രസംഗങ്ങൾ ഭാഷ ഐസക്ക് ഒരുപാട് കാലം നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ്. ബഹുമാനപ്പെട്ട ദൈവദാസന്മാരുടെ ഓർമ്മയിൽ വരുന്നു. ഇപ്പൊ എന്തുകൊണ്ടോ അത് കുറവാണോ എന്ന് ഞാൻ സന്ദേഹിക്കുന്നു. വരവടുത്തത് കൊണ്ട് ആളുകള് തുടക്കത്തിൽ മറന്നോ അതോ ഉടനെ വരികയെന്ന് വിചാരിച്ചു? ഐ ഡു നോട്ട് നോ. എന്റെ കർത്താവ് വരാറായി. ഞാൻ എന്റെ ചെറുപ്പത്തിൽ കേട്ട പ്രസംഗത്തിന്റെ കാലഘട്ടം ഞാൻ പറയുകയല്ല. ബഹുമാനരായ പാസ്റ്റർ VT ജോസഫ്, TG ഉമ്മച്ചനപ്പച്ചനും പ്രസംഗിച്ച
പൂർവ്വകാല പ്രസംഗങ്ങൾ മലബാറിലെ കോഴിക്കോട്ടെ കൊച്ചു ഗ്രാമങ്ങളിലെ പഴയ പള്ളിക്കൂടങ്ങളിൽ കഷ്ടിച്ച് മയക്കി വെച്ച് പ്രസംഗിച്ച പ്രസംഗങ്ങൾ കേട്ട ശീലമല്ല ഞാൻ പറയുന്നത്. അവർ പറഞ്ഞ ദൂതയുടെ പ്രസക്തി ഇന്ന് വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. മുമ്പെന്നതെക്കാളും എന്റെ കർത്താവ് അടുക്കൽ വാതുക്കൽ വന്നിരിക്കുന്നുവെന്ന് ദൈവസഭ തിരിച്ചറിഞ്ഞ് ശിരസ്സുയർത്തി അവനെ എതിരേൽക്കാൻ ഒരുങ്ങിക്കൊള്ളണമെന്ന് ഈ രാത്രി ഞാൻ ഒരു വാക്കിൽ ദൂത് പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കുക. 3, തിരുസഭയുടെ ഭാവി. കർത്താവിന്റെ സഭയ്ക്ക് ദൈവം ഒരു ഭാവി ഒരുക്കിയിട്ടുണ്ട്. ആഞ്ഞിലി സ്ഥാനത്ത് അത്രയും പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ പലയിടത്ത് ദൈവസഭ കൺഫ്രണ്ടേഷനിലാണ്. എതിർപ്പുകൾ അതിജീവിക്കാൻ പലയിടത്ത് ബുദ്ധിമുട്ടുകയാണ്. ആരാധനാലയത്തിന് അനുവാദങ്ങൾ ലഭിച്ചത് ലഭിച്ചു, ഇനി ചിലപ്പോൾ അധികം ലഭിക്കില്ല എന്ന മട്ടാണ്. പ്രയർ ഹോൾ വിത്ത് റെസിഡൻസ് എന്ന പെർമിറ്റ് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുക. അതിനപ്പുറത്ത് ഒരു ഹോൾ വെക്കണമെങ്കിൽ നാട്ടുകാരുടെ എല്ലാം അനുവാദം ഒപ്പിട്ട് വാങ്ങേണ്ട ഒരു നിയമം ഇവിടെ വന്നു കഴിഞ്ഞു. കാലങ്ങൾ വല്ലാതായിക്കൊണ്ടിരിക്കുക സ്നേഹിതരെ. പക്ഷെ ദൈവസഭയ്ക്ക് ഒരു ശോഭനമായ ഭാവി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. Glory to God. ഞാൻ കഴിഞ്ഞ ദിവസവും വിചാരിച്ചു, പലയിടത്ത് ചില്ലറ യോഗമൊക്കെ പ്രസംഗിച്ചൊക്കെ മുന്നോട്ട് പോകുന്ന ഞാനും എൻ്റെ ഭാര്യ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ദൂരെ ഒരു സ്ഥലത്ത് ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ, ഒരു ഐക്യബന്ധ കൺവെൻഷന് പോയി. എൻ്റെ കൊച്ചു വണ്ടി വളരെ പാതയോരത്ത് ടാറിങ്ങിന്റെ ഏരിയ ഒക്കെ കഴിഞ്ഞ് ഒരു കാരണവശാലും ആരും തൊടാത്ത ഒരു മറ്റത്തേക്ക് ഒതുക്കിയിട്ട് ഞാൻ അങ്ങനെ ഇടും. എനിക്ക് അങ്ങനെ ഇടാൻ പാടുള്ളൂ. ബാക്കി ആരും കയറ്റിയിട്ടോട്ട് ഉപദേശിക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനാരും ഇവിടെ അനുവദിച്ചിട്ടില്ല. ഓൾറൈറ്റ്, അങ്ങനെ ഒതുങ്ങി മാറിയിട്ട് ആ ഇരുട്ടത്ത് ഞാനും ഭാര്യയും വേദപുസ്തകം പിടിച്ച് YMCA ഗ്രൗണ്ടിൽ വെച്ച് ആ മീറ്റിങ്ങിന് വേണ്ടി നടന്നു പോയപ്പോ അപ്പുറത്ത് അരണ്ട വെളിച്ചത്തിൽ നിന്ന 5-8 ചെറുപ്പക്കാർ മദ്യപിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഏതായിരുന്നാലും അവര് പറഞ്ഞ ഒരു മോശം വാക്ക്, പല വാക്കുകൾ കേട്ട് ശീലമുള്ള 36 കൊല്ലം സർവീസുള്ള എനിക്ക് അന്ന് സഹിക്കാൻ പറ്റിയില്ല. റിയലി സ്പീക്കിംഗ്, ചീത്തയും മറ്റുമൊക്കെ നമ്മൾ കേൾക്കുന്നതല്ലേ, കേട്ടല്ലേ പറ്റൂ. പക്ഷെ ഞാൻ അന്ന് എൻ്റെ മനസ്സിൽ ചെറിയ വേദന വന്നു. വേദന വരാൻ പാടില്ലായിരിക്കും, പക്ഷെ ചെറിയ വേദന ഉണ്ടായി. എനിക്ക് ചെറിയ സങ്കടം വന്നു സ്നേഹിതരെ. ഞാൻ ഓർത്ത് ഒരു ഉപദ്രവം ചെയ്യാതെ ഞാൻ ഈ വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്ത് വളരെ സാവകാശത്തിൽ പുസ്തകം പഠിച്ച് നടന്നു പോയ എന്നെയും എൻ്റെ ഭാര്യയും ആ ചെറുപ്പക്കാർ ഇങ്ങനെ ഒരു വാക്കിൽ എന്തിനു പറയും? എന്നെ പരിചയം പോലും ഇല്ലല്ലോ അവർക്ക്. ഞാൻ ആ നാട്ടിൽ പുതിയ ആളല്ലേ. പക്ഷെ ഞാൻ പിടിച്ച പുസ്തകവും എൻ്റെ കൈനീളം കുപ്പായത്തിന്റെ വിലയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ താഴ്മയോടെ പറയുന്നത്, ഞാൻ മഹാപീഡ സഹിച്ചുവെന്നല്ല, അല്ല, തീരെ സഹിക്കാത്ത ആളാണ് ഞാൻ വിശ്വസിക്കുന്നു പെന്തക്കോസ്ത് എന്ന പദം കൊണ്ട് ആൾക്കാർ വിവക്ഷിക്കുന്ന പരമസത്യത്തിന് അവ മതി 100 കൊല്ലമായിട്ടും ഈ നാട്ടിൽ മാറിയിട്ടില്ല. സൗകര്യം കിട്ടിയ, തരം കിട്ടിയാൽ, ഒളിവിൽ മറവിടത്തിൽ പതിവിൽ ചിലപ്പോൾ മാറി നിന്ന് പുസ്തകം നെഞ്ചോട് ചേർത്തവളെ ഒരു പഴി പറയാൻ ആൾക്കാർ ഇവിടെ ഇന്നും റെഡിയാണ്. 2011 റെഡിയാണ്. മയങ്ങിയാ മതി, വർത്താനം ചിലപ്പോ കേൾക്കേണ്ടി വരും, വികട സരസ്വതി കേൾക്കേണ്ടി വരും. അത് റെഡി ആയിക്കൊണ്ട് ദൈവ മക്കള്. കാശുണ്ട്, പ്രതാപമുണ്ട്, നല്ല വീടുണ്ട്, വണ്ടിയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആക്ഷേപം ദൈവസഭ കേട്ടേ മതിയാകും. അതില്ലാത്തൊരു ജീവിതം സാധ്യമല്ല സുഹൃത്തെ. പെന്തക്കോസ്ത് ഐഡന്റിറ്റിയിൽ നിനക്ക് ആഭിമാനം ലേബലില്, കിതാബിനകത്ത്, ബ്രാക്കറ്റിനകത്ത്, SSC ബുക്കിനകത്ത്, രജിസ്റ്റേർഡ് നമ്പറിനകത്ത്, ബോർഡിനകത്ത് ഒതുങ്ങിയ പെന്തക്കോസ്ത് അല്ല ഈ രാത്രി ഞാൻ പറയുന്ന പെന്തക്കോസ്ത്. അന്തരാത്മാവിൽ സ്വർഗം ആണ്ടുകൾക്കപ്പുറത്ത് കത്തിക്കാളിച്ചിട്ട് അവൻ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത പോലെ പൊട്ടിത്തെറിച്ച ഒരു ജ്വാലയുടെ അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ അതിന് വില കൊടുക്കാൻ ഇന്ന് രാത്രി ദൈവമക്കൾ റെഡി ആയിരിക്കും. ആമേൻ. അപമാനം ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കും, ആക്ഷേപം കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ കർത്താവിന്റെ തിരുസഭയ്ക്ക് ഒരു ശോഭനമായ ഭാവി എന്റെ യേശു ഒരുക്കിയിട്ടുണ്ട്. Praise the Lord. തിരുസഭയെ ചേർക്കാൻ കർത്താവ് വരാറായി, എന്റെ യേശു വരാറായി. ഞാൻ വായിക്കുന്നു പ്രവാചകനായ ഹാനോക്കിന്റെ, നമുക്ക് ഓൾഡ് ടെസ്റ്റമെന്റിൽ കിട്ടാത്ത പ്രവചന ദൂത് യൂദ നമുക്കായി കോറിയിട്ട ഭാഗം നമ്മോട് പറയുന്നത്, ഇതാ കർത്താവ് 1000 വിശുദ്ധന്മാരുമായി ഇറങ്ങി വരാൻ പോകുന്നു. അത് മാലാഖമാരല്ല, പാവപ്പെട്ട ദൈവത്തിന്റെ മക്കളാണ്. പ്രത്യാശയുള്ള എല്ലാവരും കാര്യം കൊടുത്ത് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കട്ടെ.
വിശ്വാസത്തിനായി, ആരാധനയ്ക്കായി, ആത്മനിറവനായി, അന്യഭാഷയ്ക്കായി വില കൊടുക്കാൻ തയ്യാറുള്ള ദൈവത്തിന്റെ മക്കള് രൂപവും ഭാവവും മറ്റും മാതിരിയും ഒക്കെ മാറിയിട്ട് അവൻ ശോഭന ശരീരത്തോടെ പ്രോജ്വല ഭാവഹാദികളോടെ മിശിഹായുടെ കൂടെ ഉലകത്തിലേക്ക് ഇറങ്ങി വരുമ്പോ ഏത് കണ്ണും അവനെ കാണാൻ പോകുക, തിരുസഭയെ ജനം കാണാൻ പോകുക. അതിനായി ദൈവസഭ ആശയോടെ കാത്തിരിക്കുകയാണ്. ആമേൻ. നമ്മുടെ അകത്തൊരു കുതൂഹലമായിട്ട് കർത്താവ് നൽകട്ടെ. ഞാൻ നിറഞ്ഞ പ്രത്യാശയിലാണ് ഇന്ന് രാത്രി. തർക്കമൊന്നുമില്ല. നിങ്ങളുടെ കാര്യം എനിക്ക് അറിയാൻ മേലെ, നിങ്ങൾ ക്ഷമിക്കണം. പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്ക് നിശ്ചയമായിട്ട് ഉറപ്പുണ്ട്. എൻ്റെ കർത്താവ് വന്നാൽ ചേർക്കപ്പെടുവാൻ ഞാൻ റെഡിയാ സ്നേഹിത, ഞാൻ റെഡിയാ. ഇന്ന് രാത്രി ദൈവസഭ അങ്ങേ സ്വീകരിപ്പാൻ തയ്യാറായിക്കോ. അതാ ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വായിച്ച വാക്യത്തിലേക്ക് ഞാൻ തിടുക്കത്തിൽ മടങ്ങി വരുന്നു. സമയം പാലിക്കാൻ ഞാൻ ഉത്സാഹിക്കുന്നു. പഴയൊരു വാക്യം ഇതല്ലേ. ഈ വാക്യം നാം മനപ്പാഠം പഠിച്ചിട്ടുണ്ട്. ഈ വാക്യത്തിന് 2 മണ്ഡലങ്ങളുണ്ട്. അർത്ഥ സമ്പുഷ്ടമാണ് ഈ വാക്യം. മിക്കപ്പോഴും എനിക്ക് തോന്നുന്നു ക്രൈസ്തവ സഭ, നമ്മുടെ സമൂഹം ഈ വാക്യം യേശുക്രിസ്തു ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ പ്രവേശനമായി വ്യാഖ്യാനിക്കാറുണ്ട്. തിരുസഭയ്ക്ക് വേണ്ടിയുള്ള സന്ദേശത്തിന്റെ ആകത്തുകയാണ് ഈ ഭാഗം. നിങ്ങൾക്കറിയാം, ഞാനതിന്റെ പശ്ചാത്തലമൊന്നും പറയേണ്ടതില്ല. 7 സഭകൾക്കായി എഴുതിയ ദൂതുകളും ദൂതന്മാർക്കുള്ള പരാമർശങ്ങളും സഭയെക്കുറിച്ചുള്ള കർത്താവിന്റെ കണ്ടെത്തലുകളും വിമർശനാത്മക പ്രയോഗങ്ങളും അഭിനന്ദനത്തിന്റെ അപൂർവ പ്രതിഭാസങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. മിക്ക സമയത്തും കർത്താവ് സഭകളെ വളരെ കട്ടിയായിട്ട് വിമർശിച്ചിരിക്കുകയാണ്, മടങ്ങി വരുവാനായി ക്ഷണിച്ചിരിക്കുക. അപൂർവമായിട്ട് ചില കമന്റുകൾ പോസിറ്റീവായി എന്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിട്ടിക്കൽ മെസ്സേജ് ആണ് നാം ഇപ്പോൾ വായിച്ച വചനഭാഗം ഉൾക്കൊള്ളുന്ന ലവോദിക്ക സഭയ്ക്ക് വേണ്ടിയുള്ള സന്ദേശം. ആ സന്ദേശത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ഒരു പക്ക ജൂവിഷ് കോണ്ടെക്സ്റ്റ് ഈ വാക്യത്തിനകത്തുണ്ട്. ഇസ്രായേൽ മക്കളുടെ ആഹാരക്രമം അത്താഴത്തിന് പ്രാമുഖ്യം വർദ്ധിക്കും. ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് കാര്യമായിട്ടില്ല എന്ന് ഹിസ്റ്ററി എന്നോട് പറയുന്നു. അഗ്രേറിയൻ കൃഷി സംബന്ധമായ സംസ്കാര ജീവിതം നയിക്കുന്നവര് വയലിലേക്കോ പറമ്പിലേക്കോ പോകുന്ന കൃഷിവലൻ യഹൂദൻ, അവൻ ഉച്ചയ്ക്ക് പോലും ചൊവ്വ ആഹാരം കഴിക്കില്ല. എന്തെങ്കിലും ഒന്ന് കടിച്ചു കുടിച്ചു എന്ന് വരുത്തതേ ഉള്ളൂ. ഒരു ടിഫിൻ പോലെ ഒന്ന് കഷ്ടിച്ച് നിന്നാലും മരച്ചോട്ടിൽ ഒരു 10 മിനിറ്റ് ഇരുന്ന് അതൊന്ന് കഴിച്ചു എന്ന് വരുത്തിയിട്ട് പിന്നെയോ പണിയെടുക്കുക. വൈകിട്ട് വെയിലാറുമ്പോൾ വീട്ടിലേക്ക് മടങ്ങി വന്ന് വീട്ടിൽ കാത്തിരിക്കുന്ന ഭാര്യയോടും മക്കളോടും ഒരുമിച്ച് ഭാര്യ അപ്പത്തിന് അത്താഴം പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ബെഞ്ചിൻ്റെക്കാൾ പകുതി ഉയരം ഉള്ള ഒരു തരം ടേബിൾ ഉപയോഗിച്ച് 2 കാലുകൾ ഒരു വശത്തേക്ക് ചരിച്ചിട്ട് ഇരുന്ന് ക്ഷേമ എന്ന യഹൂദന്റെ അല്പം നീണ്ട പ്രാർത്ഥന കുഞ്ഞുങ്ങളടക്കം എല്ലാവരും ഏറ്റുപറഞ്ഞ്, ഇതെല്ലാം പറയുമ്പോൾ നമ്മുടെ ശാപ്പാട് മേശകളുടെ ഓർമ്മ വരിക. അവിടേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. നമ്മുടെ തിടുക്കം ബൈബിൾ സ്കൂൾ കോണ്ടെക്സ്റ്റ് ഉള്ള നമ്മൾ ഒത്തിരി പേരുണ്ടല്ലോ. ബൈബിൾ സ്കൂളിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ശോഷണം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അവിടേക്ക് ഞാൻ മാറുന്നില്ല. ഈ കൊച്ചു പിള്ളേർ പോലും, സ്നേഹിതരെ, കൊച്ചു കുട്ടികൾ പോലും അച്ഛൻ ചൊല്ലിക്കൊടുക്കുന്ന യഹൂദ പ്രാർത്ഥന ഏറ്റുപറഞ്ഞിട്ട് ശാപ്പാടെ തൊടാൻ അനുവാദമുള്ളൂ. നാം ഇവിടെ ആ നിറവിൽ ചെലുത്തുന്ന പ്രാർത്ഥന കഴിഞ്ഞ് പകലന്തിയോളമുള്ള കാര്യങ്ങൾ എല്ലാവരും സംസാരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫെലോഷിപ്പിന്റെ മേശയാണ് യഹൂദന്റെ അത്താഴ മേശ. അതുകൊണ്ടാണ് കർത്താവ് ഈ ഭാഷ പറയുന്നത്, ഞാൻ നിന്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമെന്നല്ല, ഞാൻ നിന്റെ കൂടെ അത്താഴം കഴിക്കും. എനിക്ക് സമയം എടുക്കണം നിന്റെ കൂടെ. ഒഴപ്പിത്തല്ലി പറഞ്ഞു പോകാൻ നേരമില്ല. ഞാൻ നിന്റെ അകത്തു വന്ന് ഇരുന്ന് സംസാരിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ വാക്യത്തിന് ഒന്നാം ദൂത് യേശുവുമായി ബന്ധമില്ലാത്ത വ്യക്തികൾക്ക് ആനിസ്ഥാനത്തും പായിപ്പാടും പള്ളിക്കച്ചിറ കവലയിലും പഴം പള്ളിയിലും അല്ലെ അപ്പുറത്ത് വള്ളംകുളത്തും തോട്ട ഭാഗത്തും ഒക്കെ എനിക്കറിയാം വർഷങ്ങളായി അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവപ്രവൃത്തി ഇവിടെ ആരംഭിച്ചിട്ട് എത്ര ആണ്ടുകളായി, പതിറ്റാണ്ടുകൾ പലതായെന്ന് എനിക്കറിയാം. വീരന്മാരായ ധീരന്മാരായ വചന കേസരികളുടെ
സിംഹഗർജനം മുഴങ്ങിയ മണ്ണില ഞങ്ങൾ ദുർബലന്മാർ നിന്ന് ആകുന്ന പോലെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവശബ്ദം മറച്ചു വെക്കാതെ സമസ്ത ദൂതുകളും വെള്ളം ചേർക്കാത്ത പൂർവകാണ്ഡത്തിൽ അത്യുജ്വലമായി പ്രഭാഷിച്ച് ഈ അന്തരീക്ഷത്തിൽ അതിനെ മാറ്റുള്ള ഇന്ന് രാത്രിയും ഉള്ള ദേശത്തോട്. എന്നിട്ടും ഞാൻ ഈ സന്ദേശം വിളിച്ചു പറയുന്നു, ആണ്ടുകളായി നിന്റെ വാതിക്കൽ നിന്ന് അകത്ത് വരുവാൻ കെഞ്ചുന്ന യേശുവിനെ ഇന്ന് രാത്രി ഈ ദൂത് കേട്ട് അകത്തേക്ക് വിളിച്ചാൽ നിനക്ക് നന്നായെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. Praise the Lord. വമ്പൻ വീടുകള്, ബംഗ്ലാവുകൾ, എനിക്ക് പിണക്കില്ല, അസൂയയില്ല. അനേക മുറികൾ കൊണ്ട് സമുജ്വലമാക്കിയ സുന്ദരം എടുപ്പുകൾ. ഞാൻ ചിലപ്പോ ഒക്കെ പുറത്തു പോകുമ്പോ ആൾക്കാര് ചില ചായ കുടിക്കാൻ വീട്ടിൽ വിളിക്കും. ഒടുവിൽ എനിക്ക് മനസ്സിലാകും ചായയേക്കാൾ പ്രധാനം വീട് കാണലാണ്. റിയലി സ്പീക്കിംഗ്, അവരുടെ സൺ റൂമും ബാൾ റൂമും മെനി റൂംസ് എല്ലാം ചുറ്റി നടന്ന് കണ്ട് സന്തോഷമായി. ഞാൻ ഒരു അഭിപ്രായം പറയുന്നത് സന്തോഷമാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഒരു അഭിപ്രായം ഞാൻ പറയേണ്ടി വരും. ഞാൻ വിമർശിക്കുകയല്ല. അങ്ങനെ വമ്പൻ സൗദങ്ങൾ ദൈവദത്തമായോ അല്ലാതെയോ ലഭിച്ചിട്ടുള്ളവര്, ചിലപ്പോ നല്ല സംവിധാനമുള്ളവര്, എല്ലാ മുറികൾക്കകത്തും ഓരോ പർപ്പസ് ചിലപ്പോ ഓറിയന്റഡ് ആയിട്ട് പണിതവര്, അതിന് നിർമ്മിതിയിൽ പോലും ആ പർപ്പസ് കാണാൻ പറ്റും. എന്നിട്ടും എന്റെ കർത്താവിനെ ചിലപ്പോ മദ്യക്കൂട്ടായ്മയ്ക്കും തീറ്റക്കൂട്ടായ്മയ്ക്കും വേണ്ടി വമ്പൻ മുറികൾ വേർതിരിച്ച് ഇയർ മാർക്ക് ചെയ്തിട്ട് എന്റെ കർത്താവിനെ ആരാധിക്കാൻ ഒരു മുറി മാറ്റാത്ത വമ്പൻ ബംഗ്ലോസ് ഉള്ള കേരളക്കരയോട് ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നിന്റെ അകത്ത് വരുവാൻ ഇന്ന് രാത്രി കർത്താവിന് താല്പര്യമുണ്ട്. യേശു താല്പര്യപ്പെടുകയാണ്. അവൻ നാളുകളായി കെഞ്ചിക്കൊണ്ടിരിക്കുക. അങ്ങ് നിന്റെ വാതിക്കൽ നിന്ന്, ഹൃദയത്തിന്റെ വാതിക്കൽ, നിന്റെ ഭവനത്തിന്റെ വാതിക്കൽ നിന്ന് ഞാൻ അകത്തു വരട്ടെ എന്ന് വേദനയോട് ഈ രാത്രി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഓർമ്മയിൽ വരുന്നത് യേശുക്രിസ്തുവിന്റെ പിറവിയോട് ബന്ധപ്പെട്ട ചില വചനഭാഗങ്ങളും ബന്ധപ്പെട്ട് ഞാൻ കണ്ട ഈ ജീസസ് ഫിലിമാണ്. കരുണാമയിടു എന്ന ആ തെലുങ്ക് യുദ്ധത്തിന്റെ നമ്മൾ മലയാളമൊക്കെ നമ്മൾ ധാരാളം കണ്ടു കഴിഞ്ഞല്ലോ. അതൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ബൈബിളിന്റെ വരികൾക്കിടയിലുള്ള വായനയോട് എനിക്ക് അവിടെ വിരോധമില്ല, അതിനെല്ലാം സാധ്യതയുണ്ട്. അവിടെ യൗസേപ്പും മറിയാമും കൂടെ ആ ദുരവസ്ഥയില് ഓരോ വഴിയമ്പലത്തിലും ഓരോ വീട്ടിലും പോയി മുട്ടുന്നതും വാതിൽ തുറന്നിട്ട് ക്രൂരമായി ആളുകൾ കൊട്ടി അടയ്ക്കുന്നതും പോ എന്ന് പറയുന്നതും അത് കാണുമ്പോൾ എനിക്ക് വേദന ഉണ്ടാകും. അവരാരെയാ തള്ളിക്കളഞ്ഞെന്ന് അവർക്ക് അറിയില്ലല്ലോ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, പ്രതാപത്തിന്റെ, സന്തോഷത്തിന്റെ, തികവിന്റെ, മികവിന്റെ, ഐശ്വര്യത്തിന്റെ, മിടുക്കിന്റെ മധ്യത്തിൽ നിന്റെ അകത്ത് നിനക്ക് നഷ്ടപ്പെടുന്ന സമാധാനം കുർലോന്മെത്തയോ മാറി മാറി പരീക്ഷ ശീതീകരിച്ച മുറിക്കകത്ത് സുന്ദര ശാപ്പാടടിച്ച് ഉറങ്ങേണ്ടവന് ഉറങ്ങാൻ മേലാത്ത മണിക്കൂറുകൾ ഉറക്കക്കുളിയ കഴിച്ചിട്ടും ഉറക്കം വരുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി ലളിതസുന്ദരമായ സുവിശേഷം ഞാൻ പരീക്ഷണമായി വിളിച്ചു പറയുന്നു, യേശുവിലേക്ക് വരിക, അവനായി ഉള്ളറ തുറക്കുക, അവനായി ഭവന വാതിൽ തുറക്കുക. ഈ രാത്രി അത്ഭുത രൂപാന്തരം എന്റെ യേശു വരുത്താൻ പോകുകയാണ്. തകർന്നടിഞ്ഞ ഒരു കുടുംബത്തിൽപ്പെട്ടയാളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ റിസ്ക് എടുത്തില്ല, ഞാൻ കഷ്ടപ്പെട്ടില്ല. എന്റെ അപ്പന്റെ യവനത്തിൽ 10-25 വയസ്സ് ഉണ്ടായിരുന്ന പാപ്പച്ചൻ എന്ന് വിളിക്കുന്ന എന്റെ അപ്പൻ KM ജോസഫ് യേശുവിനെ കണ്ടുമുട്ടുവാൻ ദൈവം ഭാഗ്യം നൽകി. പക്ഷെ തന്റെ ചെറുപ്പത്തിൽ എന്റെ വല്യപ്പൻ എക്സ് മിലിറ്ററിക്കാരൻ കൊരട്ടിയിൽ മത്തായി മഹാ കള്ളുകുടിയൻ വീട്ടിലെ സകല സാധനവും വിറ്റ് കൈ കിട്ടിയ പാത്രവും കൂടെ വിറ്റ് തുലച്ചിട്ട് എന്നിട്ടും മദ്യം കുടിക്കാൻ മാർഗമില്ലാതെ നടന്നപ്പോ എന്റെ അമ്മച്ചി, വല്യമ്മച്ചി മീനച്ചിൽ സാറാമ്മ കഷ്ടപ്പെട്ട് പിള്ളേരെ 10-12 മക്കളുള്ള പഴയ കാലത്ത് അങ്ങനെ വയറ്റിൽ നിറയ്ക്കാനൊന്നും കൊടുക്കാനില്ലാതെ വല്ലവരുടെയും പറമ്പിലെ ചക്കയും പോലും അറുത്തു കൊടുത്ത് കഷ്ടപ്പെട്ട് കഷായിച്ച് ആത്മഹത്യ അല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് കണ്ട നിമിഷത്തിൽ ആ മദ്യപനെ പള്ളിയിലച്ഛനും കൈക്കാരനും എല്ലാ പ്രമാണിമാരും നന്നാക്കാൻ നോക്കിയിട്ട് പാലാ വ്യാകുല മാതാവൻ പള്ളിയിലെ ആർക്കും കൊരട്ടിയിൽ മത്തായി ഒന്നും ചെയ്ത് നന്നാക്കാൻ പറ്റാതെ വന്നപ്പോ മദ്യപിച്ച് കൃങ്ങി പാലാ പട്ടണം നിന്ന ആ വല്യപ്പനെ കോട്ടയത്ത് നിന്ന് CM സഹോദരന്മാര് 3 പേര് കാളവണ്ടിയെ വന്നിട്ട് പ്രസംഗിച്ച ഒരു കൊച്ചു പ്രസംഗത്തിന്റെ ഒടുവിൽ കൊടുത്ത യോഹന്നാന്റെ സുവിശേഷം ഒരണയ്ക്ക് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി വെള്ളമിറങ്ങിയ രാവിലെ വായിച്ചു നോക്കിയപ്പോ 1-ാം അധ്യായം വായിച്ചപ്പോൾ ദൈവം ചെയ്ത അത്ഭുതത്തിന്റെ ബാക്കി പത്രമായിട്ട് ഈ രാത്രി ഞാൻ യേശുവിനെ സാക്ഷിക്കുന്നത്. അല്ലെ എന്റെ കുടുംബം തകർന്നു പോകുമായിരുന്നു. എന്റെ അപ്പൻ ആത്മഹത്യ അല്ലാതെ മാർഗം ഉണ്ടാകുമായിരുന്നില്ല.
ഞങ്ങളുടെ ആ കൊച്ചു കൂരയ്ക്കകത്ത് എന്റെ യേശുവിന് പ്രവേശനം കൊടുത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടത്. പ്രിയമുള്ളവരെ, ഈ രാത്രി ആ നന്ദിയുടെ ഓർമ്മയുള്ള എല്ലാവരും കാര്യം കൊടുത്ത് കർത്താവിനെ ഉറക്കെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താനൊന്നും എനിക്ക് മനസ്സില്ല. നന്ദി അകത്തുണ്ടെങ്കിൽ ഉഷാറായി സ്തോത്രം പറയുമെന്ന എൻ്റെ ഒരു പൊതു ധാരണ പെശകാലിക്കും അല്ലേ? നോ പ്രോബ്ലം. ആമേൻ. നന്ദി കുറയല്ലേ സുഹൃത്തുക്കളെ? കർത്താവിനെ ആരാധിക്കാൻ മറ്റെല്ലാ വെളിപ്പാടിനേക്കാൾ അടിസ്ഥാനം ദൈവം നന്മയുടെ ഓർമ്മയാണ്. ഞാൻ വിശ്വസിക്കുന്നു പാസ്റ്റർമാരുടെ ചിലപ്പോൾ അന്തരീക്ഷ സൃഷ്ടിപ്പുകൾക്ക് അപ്പുറത്ത് മുട്ടുമടക്കുന്നവന് എന്റെ കർത്താവ് എനിക്ക് എന്ത് ചെയ്തുവെന്ന് ഒരു നിമിഷം ഓർത്താൽ അവൻ ദൈവത്തെ ശക്തമായി ആരാധിക്കും. ആമേൻ. നമ്മുടെ അകത്തൊരു നിറവായി നിയോഗമായി അതിനെ മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഞാൻ വാക്കുകളെ അവിടെ നീട്ടാൻ പാടില്ല. ഈ രാത്രി കെഞ്ചി ഒരു ഭിക്ഷാന്തേഹിയെ പോലെ കരം നീട്ടി തുറക്കണമേ, തുറന്നാൽ ഞാൻ അകത്ത് വന്ന് രൂപാന്തരം വരുത്താമെന്ന് പലരോടും പറയുന്ന കർത്താവ് എന്നും കുന്നും നിനക്ക് തള്ളാൻ പറ്റുന്ന ഒരാളല്ലെന്ന് ഉറക്കെ പറയാൻ എനിക്ക് നിയോഗമുണ്ട്. ഞാൻ 3 വാക്യങ്ങൾ ഇവിടെ പാസ്റ്റർ ജോൺ നമുക്കായി വായിക്കാം, സമയക്കുറവുണ്ട്. അതെ, ആ 3 വാക്യങ്ങൾ ദയവായിട്ട് വായിച്ചാട്ട്. വെളിപ്പാട് പുസ്തകത്തിലെ യേശുക്രിസ്തുവിന്റെ 6 അടിസ്ഥാന തേജസ്വിയായ വെളിപ്പാടുകളിൽ 3 ഞാൻ കേൾവിക്കാർക്കായിട്ട് വായിപ്പിക്കുന്നു. വായിക്കാം. 1-ാം അധ്യായം അതിന്റെ 17-18 പ്ലീസ്. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുമുള്ളവനാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്ക് ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം ഉണ്ട്. 5-ാം അധ്യായം 6 മുതൽ വായിച്ചാട്ട് പാസ്റ്റർ പ്ലീസ്. 5-ന്റെ 6-ാം വാക്യം മുതൽ. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെ നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. 20-ന്റെ 11-ാം വാക്യം. 20-ന്റെ 11. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് മതി പാസ്റ്റർ, താങ്ക് യു. ഈ വാക്യങ്ങളൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടുകൾ പ്രധാനമായി 6 വെളിപ്പാട് പുസ്തകത്തിൽ അക്കമിട്ട് പറഞ്ഞിരിക്കുന്നു. അതിൽ 3 ഞാൻ ക്രമത്തിൽ ഇവിടെ വായിച്ച് കേൾപ്പിക്കുവാൻ പരിശ്രമിച്ചത്. യേശുക്രിസ്തുവിന്റെ പ്രവേശനത്തെ നിരന്തരം നിർദ്ദയം നിഷേധിക്കുന്ന ആളുകൾ, ക്രിസ്തുവിനെ മതത്തിന്റെ സഭയുടെ ഇസ്സത്തിന്റെ വ്യക്താവായി കരുതിപ്പോരുന്നവര്, ഒരു കൂട്ടം ആൾക്കാര് അന്തവും കുന്തവും ഇല്ലാതെ ചുമ്മാ ചാടി മറിഞ്ഞ് തുള്ളിക്കളിച്ച് ആരാധിക്കുന്ന വിവരം കുറഞ്ഞവര് എന്ന വർഷങ്ങളെ ആക്ഷേപഹാസ്യങ്ങൾ ഇന്നും ചിലപ്പോൾ ബാക്കി വെച്ചവരുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ നിരന്തര അഭയാചനയും പ്രവേശന തുറയും ആപകളിക്കുന്ന ശ്രോതാക്കൾ ഈ രാത്രി എനിക്ക് അടുത്തും അകലെയും ഉണ്ടെങ്കിൽ, എനിക്ക് ലഭിച്ച നിയോഗത്തെ ഞാൻ വിളിച്ചു പറയുന്നു, അവൻ നിരന്തരം നിന്റെ അടുക്കൽ വന്ന് എളിമയോടെ കരം നീട്ടി ലജ്ജിച്ചു മടങ്ങുന്ന ഒരു ഭിക്ഷാന്തേഹിയല്ല. അവനെ തിരിച്ചറിഞ്ഞേ മതിയാകുള്ളൂ. അവൻ ആരെന്ന് നിനക്ക് വെളിപ്പെട്ടേ മതിയാകുള്ളൂ. ആമേൻ. ഉലകത്തിൽ മറ്റെല്ലാവരെക്കാളും അത്യുജ്വല പ്രഭയുള്ളവരാ എന്റെ ആരാധനായ ക്രിസ്തു. അവന്റെ അംഗപ്രത്യംഗ വർണ്ണന നിങ്ങൾ വായിക്കുന്ന 1-ാം അധ്യായത്തിൽ ഡൊമീഷ്യൻ കൈസറെ നിരന്തരം കണ്ട് അവനാണ് ഉലകത്തിലെ പ്രഭാവവാൻ എന്ന നാളുകൾ ധരിച്ച് ഈശോയുടെ നെഞ്ചോട് ചേർന്നിരുന്നിട്ടും അവനെ മുഴുപ്രഭയോടെ മനസ്സിലാക്കാൻ കഴിയാതെ ആ മഹത്വത്തിന്റെ അത്യത്ഭുത പ്രത്യക്ഷീകരണം മറുരൂപത്തിന്റെ മലയിൽ കണ്ടെങ്കിലും അതിനപ്പുറത്തൊന്നും കാണാൻ കഴിയാതെ ഇരുന്ന ഏകാന്തതയിൽ അകപ്പെട്ടുപോയ കർത്തദിവസത്തിൽ ഏകാന്തത ഒരുപാട് കുത്തിനോപിച്ച ഈ ദൈവദാസൻ, ഈ വന്യവയോവൃത്തന് ഉലകത്തിൽ മറ്റാരും കാണാത്ത അത്യുഗ്രൻ വെളിപ്പാട് എന്റെ യേശു നൽകുകയാണ്. ഇന്ന് രാത്രി ഞാൻ പലരോടും പറയുന്നു, നിന്റെ മുന്നിൽ നിവർന്നു നിൽക്കുന്ന ഗംഭീരന്മാരാരുമാകട്ടെ, അവരുടെ മുന്നിൽ തല കുനിക്കേണ്ട, അവരെ പരിധിക്കപ്പുറത്ത് ആദരിക്കേണ്ട കാര്യമില്ല. ഇന്ന് രാത്രി ആരാധനയ്ക്കും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും മഹത്വത്തിനും സ്തുതിപ്പിനും പരമ യോഗ്യൻ ഒരുവൻ മാത്രം, സർവശക്തൻ, സർവജ്ഞൻ, സർവവ്യാപി, സ്വയാസ്തിക്യമുള്ളവൻ, മാറ്റമില്ലാത്തവൻ, നിത്യനായ ആരാധ്യനായ ക്രിസ്തുവിന്റെ വെളിപ്പാട് ഈ രാത്രി അകത്തുള്ള എല്ലാവരും കരമുട്ടി ശക്തമായി യേശുവിനെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി യേശു ആരാധനയ്ക്ക് പരമയോഗ്യനാണ്.
കൊച്ചുമോനൊക്കെ പാടിയതുപോലെ 10,000 പേരുകളിൽ പരമസുന്ദരന എന്റെ ആരാധനായ ക്രിസ്തു. അവന്റെ വെളിപ്പാട് നമ്മുടെ അകത്ത് കർത്താവ് നൽകട്ടെ. നിന്റെ വീടിന്റെ വലിപ്പം കർത്താവിന് വിഷയമല്ല. ബ്രദർ സിസ്റ്റർ, നിന്റെ കൊച്ചു മുറിക്കകത്ത്, നിന്റെ കിടക്കപ്പായയില്, നീ മുട്ടുമടക്കുന്നിടത്ത്, അടുക്കളയിൽ പണിയെടുക്കുമ്പോ അമ്മച്ചി, നിങ്ങൾ കർത്താവിന്റെ രൂപം ആത്മാവിൽ കാണുവാൻ കഴിയും. ഉലകത്തിൽ മറ്റാരെക്കാളും പ്രഭയോടെ കർത്താവ് നിനക്കായി വെളിപ്പെടും. നിന്റെ മുറിക്കകത്ത് ഇറങ്ങി വരും. ഈ രാത്രി പെന്തക്കോസ്തിൽ ദൈവം അങ്ങനെ കുറെ അനുഭവങ്ങൾ ബാക്കി വെച്ചെങ്കിൽ ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആമേ. തത്വശാസ്ത്രത്തിന്റെ ഭാഗമായി, സൈദ്ധാന്തികമായി, കേൾവിയുടെ ഭാഗമായി, പ്രചരണത്തിന്റെ പ്രഭാഷണത്തിന്റെ പരമ്പരയുടെ ഭാഗമായി, ആരാധന സംവിധാനത്തിന്റെ ഭാഗമായി, ഒരു 100 കൊല്ലത്തെ പഴക്കത്തിന്റെ ജീർണിപ്പിന്റെ ഭാഗമായി ആരാധിക്കുന്ന ഇടപാടിന് അപ്പുറത്ത് യോഹന്നാൻ 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്ത് പറയുന്ന പോലെ ഞങ്ങൾ അവൻ നേരിട്ട് കേട്ടത് വല്ലോരും പറഞ്ഞതല്ല, ഞങ്ങളുടെ കൈ തൊട്ടതാണ്, ഞങ്ങൾ നോക്കിയതാണ്, ഞങ്ങൾ തൊട്ടതാണ്. അതാണ് ജീവൻ തുടിക്കുന്ന യേശുവിന്റെ വചനം. അതാണ് ഞങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Glory be to God. Amen. അതാ ഞാൻ പറഞ്ഞ അത്തരക്കാർക്ക് ആ ദൈവത്തെ നന്നായിട്ട് ആരാധിക്കാൻ പറ്റുന്നത്. അവർക്ക് 3-ാം പാട്ട് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. 3-ാം പാട്ടിന്റെ അവസാന സ്റ്റാൻസ 10 വട്ടം പാടാൻ നോക്കിയിരിക്കേണ്ട. ആ സ്റ്റാൻസയുടെ ഒടുവിലത്തെ വരി പിന്നെയും 5 വട്ടം പാടുമ്പോൾ ഇളകി വരാമെന്ന് നോക്കട്ടെ എന്ന മട്ടിൽ കുത്തിരിക്കേണ്ട ആവശ്യം വരത്തില്ല. യേശു ക്രിസ്തുവിനെ വ്യക്തമായി കാഴ്ചപ്പാടോടെ അറിഞ്ഞവന്, അത്ഭുതങ്ങളോടെ അറിഞ്ഞവന്, മാറാ രോഗത്തെ സൗഖ്യമാക്കിയതുമായി, എന്റെ കുഞ്ഞിനെ തൊട്ടവനായി, എന്നെ ഉദ്ധരിച്ചവനായി, നന്മയുടെ വഴിത്താര തുറന്നവനായി, ആർക്കും അടയ്ക്കാൻ കഴിയാത്ത പോലെ എനിക്ക് വേണ്ടി പാത തുറന്നവനായി ദൈവത്തെ നന്ദിയോടെ ഓർക്കാൻ നിന്റെ വീട്ടിനകത്ത് സ്പർശ്യമായ ദൃശ്യമായ വെളിപ്പാട് പ്രാപിച്ചാൽ ആരെയും കൂസാതെ ദൈവത്തെ ആരാധിക്കാൻ കഴിയും. പുരികങ്ങൾ ചുളിഞ്ഞോട്ടെ, കണ്ണുകൾ ചുവന്നോട്ടെ, വാറ്റിൽ തുറവൂരെ ആൾക്കാർ നോക്കിക്കോട്ടെ, സമയം പോയി എന്ന് പരാക്രമം പൊതുവിവശതയായി മാറിക്കോട്ടെ. നോ പ്രോബ്ലം. അകത്ത് നിനക്ക് അനുഭവങ്ങൾ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, കർത്താവ് നിനക്ക് ബന്ധമുണ്ടെങ്കിൽ, യേശുവിന്റെ സൗഖ്യം നിന്റെ ആഴമായ ഒരു വെളിപ്പാടെങ്കിൽ, അവരെ പോലെ മറ്റാരും ഇല്ല എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ അവർ ദൈവത്തെ ആരാധിക്കും. നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. നിങ്ങൾ ആർക്കും വേണ്ടി കാത്തിരിക്കാതെ ദൈവത്തെ ആരാധിക്കും. അതാ ദൈവത്തിന്റെ പ്രതീക്ഷ ഇന്ന് രാത്രി. ഞാൻ ചിലപ്പോ പറയാറുണ്ട്, സ്നേഹിതരെ, ഞായറാഴ്ച പള്ളിക്ക് വേണ്ടി നോക്കിയിരിക്കണമെന്ന് എന്താ നിർബന്ധം? ഞായറാഴ്ചയെ മറുഭാഷ പറയാവോ എന്ന് ആര് പറഞ്ഞു? സഭായോഗത്തിൽ ഇങ്ങനെ പകർന്നു വന്നാലേ നാ വനക്കോ എന്ന് ആര് തീരുമാനിച്ചു? ഞാൻ വിശ്വസിക്കുന്നു കർത്താവുമായി ബന്ധമുള്ള ആത്മാവിനെ പാനം ചെയ്തവൻ നിരന്തരം കർത്താവിനെ ആരാധിക്കാൻ പറ്റും. ഞാൻ പറയാറുണ്ട്, വീട്ടിലെ ബന്ധനവും ആ പഴയ പെന്തക്കോസ്ത് ഭാഷകളെ ഞാൻ അവഗണിക്കാതെ പറയുക. ബന്ധനം, പോരാട്ടം എന്നൊക്കെയുള്ള പ്രയോഗമുണ്ടല്ലോ, അതിനെ നിഷേധിക്കുന്നില്ല. അതൊക്കെ ഉണ്ടായിക്കോട്ടെ, ഇരിക്കട്ടെ. എന്നാൽ അത് അറുക്കാനും ഇല്ലാതാക്കാനും അഴിക്കാനും കരിക്കാനും ഒക്കെ സ്പെഷ്യലൈസ്ഡ് ആളുകൾ എന്ന മട്ടിൽ വിശേഷ മീറ്റിംഗ് വെച്ച് വിളിക്കുകയൊക്കെ ചെയ്യുന്നതിന് മുമ്പ്, വിളിച്ചോളൂ, പക്ഷെ അതിന് മുമ്പ് ബഹുമാനപ്പെട്ട പാസ്റ്റർ ഐസക്കിനെ വിളിക്കുന്നതിന് മുമ്പ്, പ്ലീസ് ബെയർ വിത്ത് മീ, അതിന് മുമ്പ് ഒരു എളുപ്പപ്പണിയാണ് ഞാൻ ഇന്ന് രാത്രി പറയുന്നത്. ഒരു എളുപ്പപ്പണി ഇന്ന് രാത്രി പറയുക. തിരക്കൊത്തിരി കൂടിയിട്ട് അടുക്കളയെ പണി ഒഴിയാതായിട്ട് പിള്ളേരുടെ വിദ്യാഭ്യാസം ഗൗരവമായി ഇന്റർനെറ്റ് ബ്രൗസിങ്ങും ഡൗൺലോഡിങ്ങും ഒക്കെ ഒത്തിരി കൂടി കഴിയുമ്പോ പിന്നെ അല്പം മാറ്റി വെക്കാവുന്നത് പഴയ കുടുംബ പ്രാർത്ഥന മാത്രമായതുകൊണ്ട് എങ്കിലും അത് നടത്തണമെന്ന് നിർബന്ധം പിടിച്ച് 10 മണിയാകുമ്പോ 10:30 ആകുമ്പോ ഉറക്കം തൂങ്ങുമ്പോ വല്ലാത്ത കോലത്തിലാകുമ്പോ ഓടിച്ചിട്ടൊരു സങ്കീർത്തന വായനയും ഉഴപ്പിത്തല്ലി ഒരു പാട്ടും ഒരു ഒറ്റ പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്ന കൊച്ചു ചുണ്ടുകൾ പോലും കൊഞ്ചിക്കുഴഞ്ഞ് അബ എന്ന് വിളിക്കുന്ന പൂർവകാണ്ഡത്തെ വിസ്മരിച്ച് തിരക്കിന്റെ മധ്യത്തിൽ അവഗണിക്കപ്പെടുന്ന നിന്റെ കുടുംബ പ്രാർത്ഥന ഒന്ന് മടക്കി വരുത്താൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ദുഷ്ടൻ കെട്ടിയ കെട്ടുകളെ മറ്റാരും വന്ന് അഴിക്കാതെ നിന്റെ സ്വന്തം കൈകൊണ്ട് അഭിഷേകത്താൽ അഴിക്കാൻ ചെറുക്കാൻ നിനക്ക് അധികാരം തരുമെന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും. Amen. Amen. Praise the Lord. നീ പ്രാർത്ഥിച്ച് ബലപ്പെട്ട് കൊടുക്കുക. ഇമാതിരി പോരാട്ടങ്ങളുടെ വാക്കുകൾ പള്ളിയിൽ പറയാതിരിക്കുക. ഞാൻ പറയുന്നത് അതിനൊന്നും നേരം കളയേണ്ട കാര്യമില്ല. യേശു നിന്നെ വിടുവിക്കാൻ പോവുകയാണല്ലോ. നീ കരങ്ങളെ തട്ടി ദൈവത്തെ ശക്തമായി
ഒരു പിശാചിനും അധികാരമില്ല. ഒരു ദൂതനും നിന്നെ ബന്ധിക്കുകയില്ല. ഒരു പോരാട്ടവും കയറി വരികയില്ല. നിന്റെ കൂടാരത്തെ രക്തത്തിന്റെ മുദ്രയിട്ട് മറയ്ക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. മാരകന്മാർ പരിപാലിക്കാൻ ദൈവം നിശ്ചയിച്ചിരിക്കുക. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഒരു ആരാധന മടക്കത്തിനായി ദൈവസഭ തയ്യാറാകട്ടെ. Praise the Lord. Praise the Lord. മഹത്വപൂർണ്ണൻ തന്റെ ജനത്തിനായി വെളിപ്പെടുന്നു. ഞാൻ തുടക്കത്തിൽ പറയുക. രണ്ടാമത് ഉലകം കൊതിക്കുന്ന ഏറ്റവും മികച്ച വെളിപ്പാടാണ് അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന്റെ വെളിപ്പാട്. പഴയ നിയമത്തിലെ കോണ്ടെക്സ്റ്റ് നിങ്ങൾക്കറിയാം. പെസഹ വിശദീകരണത്തിൽ ഞാൻ മാറേണ്ട കാര്യമില്ല. അതിന്റെ ആവിഷ്കാരങ്ങൾ, അതിന്റെ തുടർച്ച, അതിന്റെ പരമ്പര, മറക്കാതെ അനുഷ്ഠിക്കേണ്ട ഇസ്രായേലിയ നിയോഗം, അതിനുവേണ്ടി തയ്യാറാകുന്ന ജനസമൂഹം, ഒടുവിൽ പൗലോശ്ലീഹായുടെ യോഹന്നാന്റെ തന്നെ യോഹന്നാൻ സ്നാപകൻ പറയുന്നു യേശുവിനെ നോക്കി, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ശ്രീകനായ പൗലോസ് തന്റെ ലേഖനത്തിൽ പറയുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. ആര്? അത് ക്രിസ്തു തന്നെ. കരമൂർത്തി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്. അത് ക്രിസ്തു തന്നെ. അറുക്കപ്പെട്ട ക്രിസ്തുവാണ് ദൈവ കുഞ്ഞാട്. ആമേൻ. ആ ദർശനത്തിന്റെ ബാക്കി പത്രമാ ഇവിടെ വായിക്കുന്നത്. യേശുവിന്റെ പ്രഭാപൂർണമായ പ്രോജ്വലമായ ദിവ്യമായ ദൈവദത്തമായ സെലസ്റ്റിയലായ മറ്റെല്ലാ വെളിപ്പാടിനേക്കാൾ ഇന്ന് രാത്രി ശരാശരിക്കാരനായ സത്യാന്വേഷിക്ക് അടിയന്തരമായി ആവശ്യമായത് അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാട് എന്ന വെളിപ്പാടാണ്. ലോകോൽപത്തി മുതൽ മനുഷ്യോൽപത്തി മുതൽ പാപപരിഹാര പരിശ്രമങ്ങൾ നിരവധി അനവധി ആൾക്കാർ നടത്തിയിട്ട് ആചാര്യന്മാരും മതത്തിന്റെ വക്താക്കളും നൂറ്റാണ്ടുകളായി പാപപരിഹാരത്തിന് പരിശ്രമിച്ചിട്ട് കർമ്മമാർഗം കൊണ്ട് പാപക്ഷമ വരുത്താതിരിക്കെ ശമിക്കപ്പെട്ട ഭൂമിയിൽ നിന്ന് പാപക്ഷമയ്ക്ക് വേണ്ടി ദ്രാവക രൂപത്തിലും കരരൂപത്തിലും വാതക രൂപത്തിലും അനേക പദ്ധതികൾ, അനേക സംഗതികൾ, പല വൃക്ഷലതാദികൾ, പക്ഷിമൃഗാദികൾ, സചേതന വസ്തുക്കൾ, അചേതന വസ്തുക്കൾ മാറി മാറി 1000 തവണ അർപ്പിച്ചിട്ട് അകത്തു വ്യാപരിച്ച കൊടും പാതകത്തെ, പാപത്തെ, മലീമ സാപത്തെ കഴുകി മാറ്റാൻ ആർക്കും ആവാതെ വന്നപ്പോ ഉലകത്തിലെ ഒരു പുണ്യ ചലത്തിനും മനുഷ്യന്റെ അകത്തെ പാപത്തെ കഴുകാൻ കഴിയാതെ പോയപ്പോൾ ദൈവത്തിന് നിത്യ പദ്ധതിയിൽ സ്വർഗം വിട്ട് താഴങ്ങി ജനമെടുത്ത് വന്ന മിശിഹ 33 തിരുവയസ്സ് വരെ സംശുദ്ധമായി ജീവിച്ച കയ്യപ്പാതികൾ, പരീക്ഷ പ്രവൃത്തികൾ, ശാസ്ത്രീയ പരീക്ഷകൾ, അതുപോലെ മതത്തിന്റെ മാടമ്പിമാരുടെ മധ്യത്തിൽ പാപം സംബന്ധിച്ച് എന്നെ ചൂണ്ടിക്കാണിക്കാൻ ആർക്ക് കഴിയുമെന്ന വെല്ലുവിളി മുടക്കി പീലാത്തോസിന്റെ സർട്ടിഫിക്കേഷൻ നേടി അവൻ കരേറി ക്രൂശിൽ പാപക്ഷമയ്ക്ക് വേണ്ടി മാനവികതയെ കഴുകാൻ വേണ്ടി ചങ്കല ചോര അവസാന തുള്ളി വരെ ഊറ്റിക്കൊടുത്ത യേശുവെന്ന ദൈവകുഞ്ഞാടിന്റെ തിരുച്ചങ്കലെ രക്തത്തിലല്ലാതെ പാപക്ഷമയ്ക്കുന്ന രാത്രി മറ്റൊരു മാർഗമെന്ന് വിശ്വസിക്കുന്ന കരമോർത്ത് കർത്താവിനെ അല്പസമയം ഉറക്കെ 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 തുണിച്ചാരാധിക്കട്ടെ. ഗ്ലോറി ബി ടു ഗോഡ്. ആ പാപക്ഷമയുടെ ഉറപ്പിലായി ഇന്ന് രാത്രി നാം ദൈവത്തെ ആരാധിക്കുന്നു. അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടാണ് നമ്മുടെ ആരാധനയ്ക്ക് അടിസ്ഥാനം. ആമേൻ. കുഞ്ഞാടെ നീ യോഗ്യൻ. ആമേൻ. 100,000 വർഷങ്ങൾ നിരന്തരം അനുസ്യൂതം അനർഗളമാ മൊഴി ആവർത്തിച്ചാലും മതി വരില്ല. കുഞ്ഞാടെ നീ പരമയോഗ്യൻ. നിന്നെ പോലെ യോഗ്യൻ മറ്റാരുമില്ല. എന്തുകൊണ്ട്? നീ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട്, ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന്, ജാതികളിൽ നിന്ന് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് നീ യോഗ്യൻ. ആമേൻ. അതുകൊണ്ടാണ് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത്. മൂന്നാമത്തെ വെളിപ്പാട് ഈശോയുടെ ഒരു പാട്ട് പാടേണ്ടി വരും. പക്ഷെ നമുക്ക് ഒടുവിൽ ഞാൻ നേരത്തെ നിർത്തും. മൂന്നാമത്തെ വെളിപ്പാട് നമ്മൾ വായിച്ചു. നിത്യ ന്യായാധിപതിയായ യേശുവിന്റെ വെളിപ്പാട്. രാജാതി രാജാവും കർത്താതി കർത്താവുമായി വെള്ള സിംഹാസനത്തിൽ ഇരുന്നരുളുന്ന ഒരുവനായ യേശുവിനെ കാണുന്നു. ഞാൻ ആ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കും. നിരന്തര അവഗണനയ്ക്ക് പാത്രീഭൂതനായ ക്രിസ്തു, അകത്ത് അവസരം കൊടുക്കാതെ തള്ളിക്കളയപ്പെട്ട ക്രിസ്തു, കെഞ്ചുന്ന ക്രിസ്തു, യാചിക്കുന്ന ക്രിസ്തു, അകത്ത് വരട്ടെ മകനെ മകളെ, നിന്റെ വിശാല ഗേറ്റുകൾ എനിക്കായി തുറക്കാമോ? ഗോർക്കപ്പെട്ടാളമോ അൽസേഷനോ കാവൽ കാക്കുന്ന നിന്റെ ഗേറ്റുകൾ എനിക്കായി നീ തുറക്കുമോ? നിന്റെ മണിച്ചിത്ര താഴുകൾ എനിക്കായി തുറക്കുമോ? നിന്റെ ഉള്ളറയിലെ ബന്ധനം തകർക്കാൻ എന്നെ അനുവദിക്കുമോ? ഞാൻ നിനക്കായി അത്ഭുതങ്ങൾ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന ക്രിസ്തുവിനെ അവഗണിക്കുന്നവനെ കുറിച്ചായി ഈ വാക്യം പറയുന്നത്. നിത്യ വെള്ള സിംഹാസനത്തിൽ എന്റെ യേശു ഇരുന്ന് ലോകത്തെ ന്യായം വിധിക്കാൻ പോകുകയാണ്. ആമേൻ.
ഒരൊഴിവുമില്ലാതെ, ഒരു ജാമ്യക്കാരനുമില്ലാതെ, ഒരു മധ്യവർത്തിയുമില്ലാതെ, ഒരു ഇടനിലക്കാരനുമില്ലാതെ, ഇടയ്ക്ക് നിന്ന് ഓശാരം പറയാൻ, ഒത്താശ ചെയ്യാൻ ആർക്കും അനുവാദമില്ലാതെ തിരുമുമ്പാകെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ഈ രാത്രി കണ്ടുകൊള്ളൂ, കണ്ടുകൊള്ളൂ. യേശുവിനായി വാതിൽ തുറക്കൂ. ഈ വാക്യത്തിന് ഒരു രണ്ടാം മണ്ഡലമുണ്ട്. ഈ വാക്യം പ്രഥമമായി വാസ്തവത്തിൽ അവിശ്വാസിക്കുള്ള വാക്യം അല്ലല്ലോ, ദൈവസഭയ്ക്കുള്ള വചനമല്ലേ, ലവോദിക്കയിലെ തിരുസഭയ്ക്കുള്ള കർത്താവിന്റെ സന്ദേശമല്ലേ. അത് കേൾക്കുമ്പം നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടി വരും. കർത്താവ് പറയുക, ഞാൻ നിന്റെ സഭയ്ക്ക് പുറത്താണ്. നമ്മൾ സമ്മതിക്കുകയില്ലായിരിക്കും, പക്ഷെ കർത്താവ് പറയുന്നു, അങ്ങ്